അതെ സാറേ, നമ്മൾ ഒരു ചർച്ച നടത്തിയിട്ട് ഇപ്പോൾ 1.5 മാസത്തോളമായി. ഓരോരോ സാങ്കേതിക തിരക്കുകളും മറ്റു കാര്യങ്ങളും കൊണ്ട് നമ്മൾ കുറേ വിഷയങ്ങൾ ചർച്ച ചെയ്തെങ്കിലും നമ്മൾ ഒരു 3-4 മാസമായിട്ട് നമ്മൾ മനസ്സിൽ വിചാരിച്ചിരുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ഇടുക്കി ജില്ലയെ ബാധിക്കുന്ന ഭൂപ്രശ്നങ്ങളും നിർമ്മാണ നിരോധനവും CHR വനമേഖലയും. ഇപ്പോൾ ഇന്നത്തെ പത്രത്തിൽ വന്നിരിക്കുന്ന പരിസ്ഥിതി ലോല മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ചോദ്യങ്ങളും അവയ്ക്ക് സമയത്തിന് സംസ്ഥാന സർക്കാർ മറുപടി കൊടുത്തില്ലെന്നും വ്യക്തത വരുത്തിയിട്ടില്ലെന്നും അതിനിടയ്ക്ക് അതിനിടയ്ക്ക് സംസ്ഥാന സർക്കാരിൻ്റെ വേർഷനായിട്ട് അതൊക്കെ കൊടുത്തതാണെന്നും ഇങ്ങനെയുള്ള തർക്കങ്ങളൊക്കെ പറഞ്ഞ് എന്നും ഹൈറേഞ്ച് നിവാസികളെ മുൾമനയിൽ നിർത്തുന്ന അല്ലെങ്കിൽ ഇവിടെ നിന്ന് ജനങ്ങൾ സ്വമേധയാ കുടിയിറങ്ങി പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും എന്താണ് ഈ പ്രശ്നങ്ങളുടെയെല്ലാം അടിസ്ഥാനം എന്ന് മറ്റു സാറിന് പറയാൻ കഴിയുമോ? സത്യത്തിൽ ഇടുക്കി ജില്ലയുടെ ഹൈറേഞ്ച് മേഖല, പ്രത്യേകിച്ച് നമുക്ക് വെസ്റ്റേൺ ഘട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇടുക്കി ജില്ലയുടെ ഹൈറേഞ്ച് മേഖല എന്ന് പറയുമ്പോൾ. ഗുജറാത്ത് മുതൽ കാശ്മീർ വരെ നീണ്ടു കിടക്കുന്ന വെസ്റ്റേൺ ഘട്ടിൽ ഏറ്റവും ജൈവ വൈവിധ്യങ്ങൾ കൊണ്ടും മറ്റു കാര്യങ്ങൾ കൊണ്ടും പ്രകൃതി സൗന്ദര്യങ്ങൾ കൊണ്ടും ഏറ്റവും സുന്ദരമായ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഇടുക്കി ജില്ല ഉൾപ്പെടുന്ന വെസ്റ്റേൺ ഘട്ടാണ്. ഏറ്റവും സുദീർഘമായ അതിർത്തിയുള്ളതും ഇടുക്കി ജില്ലയിൽ തന്നെയാണ്. പക്ഷേ ഇടുക്കി ജില്ലയിൽ ജനങ്ങൾ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 10-75 വർഷങ്ങളായി. 75 വർഷം മുമ്പ് മനുഷ്യനെ ഇവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് അവരാരും കയ്യേറി വന്നവരല്ല. അവരെ എല്ലാവരെയും ആദ്യമായി ഫുഡ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് 2ാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോഴത്തേക്കും കേരളത്തിലുണ്ടായ സൂക്ഷ്മമായ ഭക്ഷ്യക്ഷാമം, ആ ഭക്ഷ്യക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് പെട്ടെന്നാണ് കാലത്തും 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഭാഷാടിസ്ഥാനത്തിൽ കേരളം സംസ്ഥാനങ്ങൾ വിഭജിക്കപ്പെടുന്ന സമയമുണ്ടായപ്പോൾ ഇടുക്കി ജില്ലയിലെ ബഹുഭൂരിപക്ഷം വരുന്ന തോട്ടം മേഖലയിലുണ്ടായിരുന്ന തമിഴ് വംശജരായിരുന്നു, തമിഴ് സംസാരിക്കുന്ന ആളുകളായിരുന്നു. നമുക്കറിയാം, മൂന്നാർ, പീരുമേട് പോലുള്ള തേയിലത്തോട്ടങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന, തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകളുടെ ഒരു ബഹുഭൂരിപക്ഷം വരുന്ന ആളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഭാഷാപരമായിട്ടുള്ള സംസ്ഥാന വിഭജനം ഉണ്ടായാൽ നമ്മുടെ ഇപ്പോഴത്തെ ദേവികുളം, ഉടുമ്പൻചോല, പീരുമേട് 3 താലൂക്കുകൾ തമിഴ്നാട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് പെട്ടെന്നാണ് ദീർഘവീക്ഷണത്തോടുകൂടി 2 കാരണങ്ങൾ ഉൾപ്പെടുന്നത്. നമുക്കറിയാം, കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിച്ച് 5 ഏക്കർ സ്ഥലവും അന്നത്തെ കാലത്ത് 5000 രൂപയും പണിയായുധങ്ങളും കൊടുത്ത് കർഷകരെ ഒരു കുടിയിരുത്തി അവർക്ക് 5 ഏക്കറിൻ്റെ ബ്ലോക്ക് കൊടുത്ത് അതിന് പട്ടയം കൊടുത്ത് അവിടെ കൃഷി എടുപ്പിച്ച് ഭക്ഷ്യക്ഷാമം പരിഹരിക്കുകയും കേരളത്തിനോടൊപ്പം ഈ പ്രദേശത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഭാഷാപരമായിട്ടുള്ള കൂടുതൽ ആളുകളെ നിലനിർത്തുകയും ചെയ്തുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇടുക്കി ജില്ലയിൽ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം ഉണ്ടാകുന്നത്. അതൊരിക്കലും ഒരു കയ്യേറ്റമല്ല, ശരിക്കും പറഞ്ഞാൽ കുടിയേറ്റവും കുടിയിരുത്തലുമാണ് അവിടെ ഉണ്ടായത്. അതിനുശേഷം വന്ന കാലാകാലങ്ങളിലുണ്ടായ ഭക്ഷ്യക്ഷാമവും കോട്ടയം ജില്ലയിലും എറണാകുളം ജില്ലയിലും ഉണ്ടായ തൊഴിലില്ലായ്മയും അനുബന്ധ പ്രശ്നങ്ങൾ കൊണ്ട് തുടർന്നും കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് കുടിയേറുകയും ആ കുടിയേറ്റം വ്യാപകമാകുകയും ചെയ്തപ്പോൾ കുറച്ച് ഭാഗങ്ങളിൽ നമുക്കറിയാം, ഈ അമരാവതിയിലും അതുപോലെ ഉള്ള ഈ കഞ്ഞിക്കുഴിയിലും മണ്ണപ്പുറത്തും ഉള്ള പല സ്ഥലങ്ങളിലും കുടിയിറക്ക് ഭീഷണികളുണ്ടാകുകയും ആളുകൾ കുടിയിറക്കി വിടുകയൊക്കെ ചെയ്ത ഒരു കാലഘട്ടം 70കളിലുണ്ടായി. അങ്ങനെയുള്ളപ്പോഴാണ് AK ആൻ്റണി മുഖ്യമന്ത്രിയായ സമയത്ത് 71 വരെ കുടിയേറിയ ആളുകൾക്ക് പട്ടയം കൊടുക്കുവാനും 77 വരെ കുടിയേറിയ ആളുകൾക്ക് പട്ടയം കൊടുക്കുവാനുള്ള ഒരു നിയമം ഉണ്ടാകുകയും ഒരു തീരുമാനം ഉണ്ടാകുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ തീരുമാനം ഉണ്ടായപ്പോൾ ഇവർക്ക് പട്ടയം കൊടുത്തത് 1961 ഭൂപരിഷ്കരണ നിയമവും 64 ചട്ടങ്ങളും അനുസരിച്ചാണ് ഇവിടെ പട്ടയം കൊടുത്തത്. 61 നിയമവും 64 ചട്ടങ്ങളും അനുസരിച്ചാണ് ഇവിടെ പട്ടയം കൊടുത്തത്. ആ പട്ടയത്തിനകത്ത് വ്യവസ്ഥ ചെയ്യപ്പെട്ടിരിക്കുന്ന ചട്ടങ്ങളകത്ത് പറഞ്ഞിരിക്കുന്നത് കൃഷി ചെയ്യുവാനും അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളും വീട് വെച്ച് താമസിക്കുവാനും വേണ്ടി മാത്രമാണ് അതിനകത്ത് വ്യവസ്ഥ ചെയ്യപ്പെട്ടിരിക്കുന്നത്.
64 ചട്ടത്തിനകത്തുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് അന്നത്തെ സാഹചര്യത്തിൽ അന്ന് ഇങ്ങോട്ട് ഇവിടെ വന്ന ആളുകളൊന്നും ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ വലിയ ബഹുനില കെട്ടിടങ്ങൾ പണിയുന്ന ഒരു സാഹചര്യമോ വലിയ വ്യാപാര സമുച്ചയങ്ങൾ ഉണ്ടാകുമെന്നോ ഇതുപോലെ ഇടുക്കി ജില്ല വികസിതമാകുന്നു, കട്ടപ്പന മുനിസിപ്പാലിറ്റി ആകുന്നു, മൂന്നാറും അതുപോലുള്ള സ്ഥലങ്ങളുമൊക്കെ ടൗൺഷിപ്പ് ആകുന്നു, നെടുങ്കണ്ടം ടൗൺഷിപ്പ് ആകുന്നു എന്ന് അന്നത്തെ ആളുകൾക്ക് ചിന്തിക്കാൻ പോലും മേലാത്ത നമ്മുടെ മുൻ തലമുറയ്ക്ക് അവരെ സംബന്ധിച്ചിടത്തോളം പട്ടിണി മാറ്റുക, പിള്ളേരൊക്കെ എന്തെങ്കിലും പട്ടിണി കൂടാതെ കപ്പയെങ്കിലും ഇട്ട് അല്ലെങ്കിൽ നെല്ല് കൃഷി ചെയ്ത് ജീവിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളത് കവിഞ്ഞ് അവരുടെ മുന്നിൽ വേറൊന്നും ഉണ്ടായിരുന്നില്ല. അന്നത്തെ ആ സാഹചര്യത്തിനനുസരിച്ചുള്ള ഒരു നിയമവും ചട്ടവുമാണ് ഈ പട്ടയം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടായത്. അതിനനുസരിച്ച് അതനുസരിച്ചാണ് സത്യത്തിൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷ സ്ഥലങ്ങളിലും ഈ പട്ടയം കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. അല്ല, ഇത് ഈ ഇടുക്കി ജില്ല മാത്രമല്ല. അല്ല, അതാ ഞാൻ പറഞ്ഞത്. കേരളത്തിലെ 90% അതിന് മുമ്പ് പട്ടയം കൊടുത്തുകൊണ്ടിരുന്ന ചെമ്പ് പട്ടയം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ രാജാക്കന്മാരുടെ കാലത്ത് കൊടുത്തിരിക്കുന്ന പട്ടയങ്ങളുണ്ട്. അതുപോലെ രാജാക്കന്മാരുടെ കാലത്ത് കൊടുത്ത പട്ടയം, അത് ചെമ്പ് പട്ടയം എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നത്. നമ്മുടെ പല പ്രദേശങ്ങളിൽ ഈ മതിട്ടാഞ്ചോറിൻ്റെ ചില പ്രദേശങ്ങളിൽ പോലും ചെമ്പ് പട്ടയങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് രാജാക്കന്മാർ കൊടുത്ത പട്ടയമാണ്. പക്ഷെ നമ്മുടെ കേരള പിറവിക്ക് ശേഷം കൊടുക്കുന്ന പട്ടയം എന്ന് പറയുന്നത് ഈ പറഞ്ഞ 60, 61, 64 ചട്ടങ്ങൾക്കനുസരിച്ചാണ് കേരളത്തിലെ പട്ടയം കൊടുക്കാൻ തുടങ്ങിയത്. അതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന നിയമം എന്ന് പറയുന്നത്, ചട്ടങ്ങളെന്ന് പറയുന്നത് ഇതാണ്: വീട് വെക്കാനും കൃഷിക്കും വേണ്ടിയിട്ടാണ് പട്ടയം കൊടുത്തിരിക്കുന്നത്. അല്ല, അതിന് ശേഷം ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി. അപ്പം കുറച്ച് ആളുകൾക്ക് പട്ടയം കൊടുക്കാതെ വന്നു. പിന്നെ 1980 വന സംരക്ഷണ നിയമം കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കി. ഇന്ദിരാഗാന്ധി കാലത്ത് വനസംരക്ഷണ നിയമം വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ പറഞ്ഞ ഇടുക്കി ജില്ലയിൽ അതുപോലുള്ള സ്ഥലങ്ങളിലൊന്നും വനത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലത്ത് പോലും പട്ടയം കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വീണ്ടും നിലവിൽ വന്നപ്പോഴാണ് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് കമൽനാഥ് പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത്, കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് നെടുങ്കണ്ടത്ത് കൊണ്ടുപോയി പട്ടയമേള സംഘടിപ്പിച്ചുകൊണ്ട് ഈ 1993 ഈ പറഞ്ഞ പട്ടയം കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായത്. അന്ന് 93 ഇന്ദിരാഗാന്ധി അല്ല, നരസിംഹറാവാണ് പ്രധാനമന്ത്രി. ആ 93 പട്ടയ നിയമമുണ്ട്. ആ പട്ടയ നിയമം അനുസരിച്ച് 1500 വീട് വെക്കുന്നതോടൊപ്പം തന്നെ ചെറിയ ജീവനോപാധിക്ക് വേണ്ടിയിട്ട് വ്യാപാര സ്ഥാപനങ്ങൾ പണിയുന്നതിനുള്ള ഒരു അനുവാദം കൂടെ 1500 സ്ക്വയർ ഫീറ്റിന് അനുവദിച്ചുള്ള അങ്ങനെ ഒരു അനുവാദം കൂടെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് നിയമങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് സത്യത്തിൽ ഇടുക്കി ജില്ലയിൽ, പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലും മറ്റ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും പട്ടയം കൊടുത്തിരിക്കുന്നതും നാളിതുവരെ നമ്മൾ ജീവിച്ചു പോകുന്നതും പ്രശ്നങ്ങളില്ലാതെ കെട്ടിടങ്ങൾ പണിതതും ഇന്ന് നമ്മൾ ഈ കാണുന്ന കാര്യങ്ങൾ മുഴുവൻ നടത്തപ്പെട്ടതുമെല്ലാം ഈ പറഞ്ഞ നിയമത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതെല്ലാം അനുസരിച്ചും തുടർന്നുകൊണ്ടുവരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയ സമയത്താണ് ചില പരിസ്ഥിതി സംഘടനകളും മറ്റു കാര്യങ്ങളുമൊക്കെ ഇടപെടുകയും 2016 അധികാരത്തിൽ വന്ന പിണറായി വിജയൻ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ഒരു ജൂലൈ മാസത്തിൽ തന്നെ ഒരു നിയമം ഉണ്ടാകുകയും നമ്മുടെ മൂന്നാറും പരിസര പ്രദേശങ്ങളിലുമുള്ള 8 പഞ്ചായത്തുകളെ പരിസ്ഥിതി ലോലമാക്കി പ്രഖ്യാപിക്കുകയും അവിടെ നിർമ്മാണ നിരോധനം കൊണ്ടുവരികയും ചെയ്തു. സാറേ, ഞാൻ പറയുന്നുണ്ടോ? അതെ. ഇത് ഈ 1963 മറ്റേ ഭൂപരിഷ്കരണ ഇതുണ്ടല്ലോ, അതെ. അതായത് മറ്റേ ജന്മി കുടിയാൻ വ്യവസ്ഥയിൽ നിന്ന് കുടിയാന്മാർക്കുള്ള അവകാശങ്ങൾ സംരക്ഷിക്കാനായിട്ട് ഒരു വലിയൊരു റിഫോം ആയിരുന്നു നമുക്ക് പറയാം. കാരണം ആ കാലത്ത് അങ്ങനെ ചെയ്തൊരു നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിനുശേഷം 64 ലാൻഡ് അസൈൻമെന്റ് ആക്ട് വരുന്നത്. അതായത് നമ്മുടെ ഇത് പതിച്ചു കൊടുക്കുന്നത് സംബന്ധിച്ച് അതാണ് ഇന്നും നിലനിൽക്കുന്നത്. അപ്പോൾ അത് കൃഷിക്ക് മാത്രം എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. അവിടെ വേറൊന്നും ചെയ്യാൻ അതിൽ പറയുന്നില്ല. കാരണം അന്നത്തെ സാഹചര്യത്തിൽ അത് മാത്രമായിരുന്നു നമുക്ക് ആവശ്യമുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് കാലം മാറിയപ്പം അത് കഴിഞ്ഞിട്ട് നമ്മുടെ 93 അതിനൊരു അമെൻമെൻറ്റ് വന്നു. കൃഷിക്കും കടമുറിക്കും എന്നുള്ള രീതിയിലൊരു അമെൻമെൻറ്റ് വന്നു. അതനുസരിച്ചാണ് ശരിക്കും ഈ പുതിയ പട്ടയത്തിൽ നമുക്ക് ഇത് കുറച്ച് കൺസ്ട്രക്ഷനൊക്കെ ആകാമെന്നുള്ള രീതിയിൽ ഇപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് കൺസ്ട്രക്ഷൻ നടക്കുന്നത്. പക്ഷേ അത് പോലും ഒരു വലിയ പ്രോജക്റ്റിനോ ഒന്നും അനുവദിക്കുന്നില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് മാത്രമേ ഇത് കൊടുക്കുന്നുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് വേറെ ബഫർ സോണിൻ്റെ ഇഷ്യൂസ് വന്നു. 2008 നമ്മുടെ ഇതിൻ്റെ 2016 മൂന്നാറിലെ ഈ പറഞ്ഞ പോലെ 8 പഞ്ചായത്തുകൾ നിർമ്മാണം വന്നു. 2019 അത് കേരളം മൊത്തമാക്കി. കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ അടിസ്ഥാനത്തിൽ ഇതാക്കി.
ഇപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ നിയമനിർമ്മാണത്തിന് നമ്മൾ ആൾക്കാരെ തിരഞ്ഞെടുത്ത് വരുന്നുണ്ട്. ജനങ്ങൾ കേരളത്തിലെ പ്രത്യേകിച്ച് ഇടുക്കിയിലെ ജനങ്ങൾ ഈ പട്ടയത്തിനൊന്നും ഒരു വിലയില്ലാത്ത അവസ്ഥയായിരിക്കുകയാണ്. ഇപ്പോൾ ഉപ്പുതറയിലെ അവസ്ഥ നോക്കിയാൽ നമ്മുടെ മറ്റൊരു IAS ഓഫീസർ ഉണ്ടായിരുന്നല്ലോ, ചിത്ര IAS ആണ്. അല്ലല്ല, അദ്ദേഹം ഒരു ഇത് എഴുതിയിട്ട് മറ്റേ രാജമാണിക്യം കമ്മിറ്റി പുള്ളി ഒരു ഇത് എഴുതിയിട്ട് അന്ന് മറ്റേ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ മറ്റേ എസ്റ്റേറ്റിൻ്റെ ഭാഗമാണെന്നും അത് വിറ്റത് ഇല്ലീഗലാണെന്നും പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടതിൻ്റെ പേരിൽ അടയ്ക്കുന്ന ആൾക്കാർക്ക് അത് അടയ്ക്കാൻ പറ്റാതെ ഈ കോഴിക്കോടും അതുപോലെ തന്നെ ഒരു വിഷയമുണ്ട്. ഏതാണ്ട് 2000 പരം ആൾക്കാർക്ക് കരമടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. കേരളത്തിൽ എത്രയോ സ്ഥലത്താണെന്നറിയോ. അതെ. അപ്പോൾ ഈ പട്ടയത്തിനൊന്നും ഒരു വിലയില്ല. കാരണം പട്ടയമൊക്കെ കിട്ടിയ സ്ഥലങ്ങളാണിത്, ആധാരം ചെയ്ത് സ്ഥലം വാങ്ങിച്ച സ്ഥലങ്ങളാണ്. പട്ടയമില്ലാതെ ആധാരം നടക്കുകയല്ലോ. അപ്പോൾ അതിനൊന്നും ഒരു വിലയില്ലാത്ത രീതിയിൽ ജനങ്ങളെ നോക്കുകുത്തികളായി കുരങ്ങ് കളിപ്പിക്കുന്ന ഒരു കണ്ടീഷനാണ് ഇപ്പോൾ ഉള്ള എല്ലാ ഗവൺമെൻറ്റും. വന്ന ഗവൺമെൻറ്റുകൾക്ക് ഇതൊക്കെ നിസ്സാരമായിട്ട് പരിഹരിക്കാമെന്നുള്ളൂ. ഇപ്പോൾ ആണെങ്കിൽ 2024 പോലും ഒരു ഇഷ്യൂ ഉണ്ടായപ്പം അത് കൃഷിക്ക് ഉപയോഗിക്കുന്ന വാണിജ്യ ആവശ്യങ്ങൾക്കെന്നുള്ള ഒരു വാക്കൂടെ മാത്രം കൂട്ടിച്ചേർത്താൽ മതി. അതില്ലാതെ പലതും എഴുതി ചേർത്തിട്ട് അതിൽ ഇനിയും ജനങ്ങളിൽ നിന്ന് പൈസ വിടുങ്ങാനുള്ള ഇതെല്ലാം കരമടയ്ക്കുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞു. അവിടുന്ന് ഇനി അഡീഷണൽ പൈസ വിടുങ്ങാനുള്ള ഇതിലേക്കാണ് ചട്ടങ്ങൾ രൂപപ്പെടുത്തുന്നതാണ് നമുക്കറിയാൻ കഴിയുന്നത്. പത്രദ്വാരം അറിയാൻ കഴിയുന്നത് മാത്രമേ ഉള്ളൂ. അതങ്ങനെ അല്ലാതാകട്ടെ എന്ന് നമ്മൾ ആശിക്കുകയാണ്. അപ്പം ജനങ്ങളെ നോക്കുകുത്തികളാക്കിക്കൊണ്ട് ഇത് ഭരിക്കുന്ന നിയമം ഉണ്ടാക്കുന്നവരും അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നവരും ജനങ്ങളെ നോക്കുകുത്തികളാക്കുന്ന ഒരു സമീപനമാണ് നമ്മുടെ ഈ മേഖലയിലെല്ലാം കാണുന്നത്. ഇവിടെ നമുക്കറിയാം ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഓഫർ കൊടുത്ത സ്ഥലവും പൈസ എല്ലാം കൊടുത്ത് ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ രാജ്യത്തിന് വേണ്ടി കുടിയേറുകയാണ്. അന്നത്തെ അവസ്ഥ ഓർക്കണം. ഇവിടെ ഈ മലമ്പനിയും വസൂരിയും കാട്ടുമൃഗങ്ങളുടെ ശല്യം എത്ര പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിനെല്ലാം അതിജീവിച്ച് അന്നത്തെ അവരുടെ സാഹചര്യം കൊണ്ടാണെങ്കിൽ പോലും ഇവിടെ വന്ന് നമ്മുടെ രാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ടവരാണ്. അവരെ ഇങ്ങനെ നോക്കുകുത്തുകളായി നിർത്തുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള, വളരെ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. സാറേ, ഇത് നേരത്തെ സൂചിപ്പിച്ചപ്പോഴേ ഈ കേരളത്തിൽ മുഴുവൻ പട്ടയം ഈ നിയമം അനുസരിച്ചാണ് കൊടുത്തതെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ മാത്രം ഇത് ഞാൻ അതിലേക്കാണ് കാരണം ഞാൻ മുമ്പ് കുറച്ച് വിസ്തീരിച്ച് വന്നപ്പോൾ എൻ്റെ സംസാരിച്ചാൽ നീണ്ടുപോയി ഇതുകൊണ്ടാണ് ഞാനത് അതിലേക്ക് വരാത്തത്. സാറേ സൂചിപ്പിച്ചിട്ട് തന്നെ നിൽക്കുന്നത് ഇതൊരു വലിയൊരു വിഷയമാണ് ഈ ഇടുക്കിയിലെ ഭൂപ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സത്യം ഈ ഭൂപ്രശ്നങ്ങൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇത് വർഷങ്ങളായിട്ട് ഇത് കാലാകാലങ്ങളായിട്ട് നിലനിൽക്കുന്നതാണെങ്കിൽ പോലും അച്യുതാനന്ദൻ ഗവൺമെൻറ് 2006 അധികാരത്തിൽ വന്ന അച്യുതാനന്ദൻ ഗവൺമെൻറ് വന്നു കഴിഞ്ഞപ്പോൾ അതിനു മുമ്പ് AK ആൻ്റണിയുടെ കാലത്ത് ഈ നമ്മുടെ മതികെട്ടാൻ ചോലയിലെ ഒരു ചെറിയ കയ്യേറ്റം ഉണ്ടാകുകയും അവിടെ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ വരികയും മതികെട്ടാൻ ചോലയെ ദേശീയോദ്യാനമായിട്ട് AK ആൻ്റണി പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു കാലഘട്ടം നിങ്ങൾ ഓർക്കുന്നുണ്ടോ എനിക്ക്? അന്നത്തെ കാലത്ത് റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ ഇവിടുന്ന് നാട് കടത്തുകയും അർത്ഥമടിക്കുകയെല്ലാം ചെയ്തു. ഒത്തിരി വലിയ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഒത്തിരി കഷ്ടപ്പാട് അനുഭവിച്ചു. അതിനുശേഷം അധികാരത്തിൽ വന്ന അച്യുതാനന്ദനാണ് മൂന്നാറ്റില് 3 പൂച്ചകളെ ഇറക്കി ഇവിടുത്തെ രവീന്ദ്രൻ പട്ടയം ഉൾപ്പെടെയുള്ള വ്യാജപ്പട്ടയങ്ങൾ കണ്ടെത്തുകയും റിസോർട്ടുകൾ ഇടിച്ചു നിർത്തുകയും അവിടെ പാർട്ടി ഓഫീസുകൾ കയ്യേറ്റ ഭൂമിയിലാണെന്നറിയുകയും പാർട്ടി ഓഫീസ് ഓടിക്കാൻ ചെന്നപ്പോൾ കൈവിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് പൂച്ചകളെ ഓടിക്കുകയും പൂച്ചകളെ ഇല്ലാതാക്കുകയും ചെയ്തൊക്കെ കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്ന ഒരു കഥകളാണൊക്കെ. കഥകളും ഉണ്ടായ സംഭവങ്ങളൊക്കെയാണ്. അതോടുകൂടിയാണ് സത്യത്തിൽ കേരളത്തിലെ ഭൂപ്രശ്നത്തെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നത്തിന് രൂക്ഷമായ ഒരു അവസ്ഥയുണ്ടാകുകയും ഇടുക്കി ജില്ലയിലെ ഭൂമിയിലേക്ക് ആരും കച്ചവടത്തിന് പോലും വരാതിരിക്കുകയും ഭൂമി ആരും കൈമാറ്റം ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. സാറ് മുമ്പ് സൂചിപ്പിച്ചതുപോലെ വല്ലവരുടെയും കയ്യിൽ നിന്ന് 4-5 തവണ കൈമാറ്റം ചെയ്യപ്പെട്ട് അവസാനത്തെ കയ്യിലിരിക്കുന്ന ആളുടെ പട്ടയം എത്തിയത് അവനെ വഴിയിലിറക്കി വിട്ട 100 കണക്കിന് സംഭവം ചിന്നക്കനാലിലും മൂന്നാറിലും പരിസര പ്രദേശങ്ങളുണ്ട്. 4-5 കൈമറിഞ്ഞാന്ന് നോക്കണം. പട്ടയം ഉണ്ടാക്കിയാൻ സുരക്ഷിതൻ, പട്ടയം കൊടുത്ത ആളുകൾ സുരക്ഷിതൻ. പക്ഷേ അവസാനം ഇതൊന്നും അറിയാതെ ഈയമ്പാറ്റകളെ പോലെ വന്ന് ഉള്ള സൈനികരിയാകുന്ന ഒരു അധ്യാപകനും അദ്ദേഹത്തിൻ്റെ സർവീസിലുണ്ടായിരുന്ന മുഴുവൻ കാലത്തെ പണവും വീടും എല്ലാം കൊണ്ട് വിറ്റ് കിട്ടിയ പൈസ അന്നത്തെ കാലത്ത് കോടിക്കണക്കിന് രൂപ മുടക്കി മൂന്നാറിൽ ഒരു റിസോർട്ട് വാങ്ങിയിട്ട്
ഒരു പൈസയ്ക്ക് നിർവാഹമില്ലാതെ അയാൾ അവിടെ നിന്ന് ഇറക്കി വിട്ട് കടക്കണിയിലായ ഒരു മനുഷ്യൻ ഇന്ന് പാലായിൽ ഇപ്പോഴും ജീവിച്ചിരുന്നു. ഇപ്പം മരിച്ചോന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ആയിരക്കണക്കിന് നൂറുകണക്കിന് ആളുകൾക്ക് ഇതിൻ്റെ എല്ലാം ബലിയാടുകളാകേണ്ടി വന്നു എന്നുള്ളതാണ് ഒരു വസ്തുത അവിടെ നിൽക്കുന്നത്. അങ്ങനെ ഭൂപ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയത് 2008-2009 കാലഘട്ടങ്ങളിൽ അച്യുതാനന്ദൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഈ കയ്യേറ്റക്കാരെ ഒഴിവാക്കുന്നതിന് എന്ന വ്യാജേന അല്ലെങ്കിൽ കയ്യേറ്റക്കാരെ ഒഴിവാക്കാൻ ഉണ്ടായ ഈ പറഞ്ഞ റവന്യൂ അന്നത്തെ കാലത്തെ സുരേഷ് കുമാർ എന്ന് പറഞ്ഞ സ്പെഷ്യൽ ഓഫീസറും രാജു നാരായണസ്വാമിയെയും ഋഷിസായ് സിംഗ് ഈ 3 മഹാമാരെയും കൂടെ ഇറക്കി വിട്ടിട്ട് ഇവിടെ ഇടുക്കി ജില്ലയിലെ ഉള്ള മുഴുവൻ കള്ളന്മാരാണ്, കുടിയേറ്റക്കാരാണ് എന്നുള്ള ഒരു കയ്യേറ്റക്കാരാണ്. ആ ഉദ്യോഗസ്ഥർ കുഴപ്പമൊന്നുള്ളവരല്ല, ഉദ്യോഗസ്ഥന്മാർ കുഴപ്പമൊന്നുമല്ല. അവരോട് പറഞ്ഞ കാര്യങ്ങൾ അവർ ചെയ്യാൻ പറ്റും. പക്ഷേ അവരുടെ പല നിലപാടുകളും ഇവിടുത്തെ ആളുകളെ വെറും കള്ളന്മാർ, കാട്ടുകള്ളന്മാരുടെ ഒരു സ്ഥിതിയിലേക്ക് കൊണ്ടുവന്നെത്തിച്ചു. അതായത് തിരുവനന്തപുരത്തും എറണാകുളത്തും മറ്റ് മെട്രോപോളിറ്റൻ സിറ്റികളിലൊക്കെ ഇരിക്കുന്ന ആളുകളെ ഇടുക്കി എന്ന് പറയുമ്പോൾ നമ്മൾ കാട്ടുകള്ളന്മാരാണെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവന്നെത്തിച്ചു എന്നുള്ള ഒരു വസ്തുത അവിടെ നിൽക്കുകയാണ്. അതിനുശേഷം തുടർന്ന് വന്ന ഉമ്മൻചാണ്ടി ഗവൺമെൻറ് സ്ഥാനത്തും വീണ്ടും സ്പെഷ്യൽ ഓഫീസർമാരെ വെക്കുന്നു. അങ്ങനെ മറ്റു കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയെങ്കിലും ഇവിടെ മറ്റ് നിർമ്മാണ നിരോധനത്തിനോ മറ്റു കാര്യങ്ങൾക്കോ ഒരു നിരോധനമൊന്നുമില്ലായിരുന്നു. ആളുകൾ വീട് വെക്കുന്നു, കടവറി പണിയുന്നു, 2 നില കെട്ടിടം പണിയുന്നു, 3 നില കെട്ടിടം പണിയുന്നു, സ്കൂളുകൾ പണിയുന്നു, ആശുപത്രികൾ പണിയുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഭംഗിയായിട്ടാണ് നടന്നു പോന്നുകൊണ്ടിരുന്നത്. അന്നേരമാണ് ഈ വൺ എർത്ത് വൺ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പാരിസ്ഥിതിക സംഘടന ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് പറയുന്നവർക്ക് കാർബൺ ഫണ്ട് കിട്ടുന്നുണ്ട്. അവരിവിടുത്തെ ഇടുക്കി ജില്ലയിലെ പരിസ്ഥിതി സംരക്ഷണം നടത്താൻ പോവാണ്. അതിനിടയ്ക്കാണ് കാർഗിൽ ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടുകൾ വരുന്നതും ആ ഇഷ്യൂസൊക്കെ നമ്മൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. അത് 2014 കാലഘട്ടങ്ങളിൽ പി.ടി. തോമസ് പോലുള്ള MP-ക്കെതിരെ കർശനമായ വലിയ പ്രക്ഷോഭം ഉണ്ടാവുകയും ഇവിടെ ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഉണ്ടാവുകയും ഒക്കെ ചെയ്തതും നമ്മൾ അതൊക്കെ പറഞ്ഞു പോയാൽ ഇന്നെന്ത് പറഞ്ഞു തീരുന്നില്ല. അത്രമാത്രം വിപുലമായ കഥകളും സംവിധാനങ്ങളും ഒക്കെയാണ് അവിടെ ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ അതിനേക്ക് ഞങ്ങൾക്ക് വിപുലമായിട്ട് ഞാൻ പറഞ്ഞു വന്നത് 2016 ഈ പറഞ്ഞ നിർമ്മാണ നിരോധനം 8 പഞ്ചായത്തുകളെ, അതിനകത്ത് ഒരു രസമെന്ന് പറഞ്ഞാൽ മൂന്നാറിനോട് 100 കിലോമീറ്റർ അപ്പുറത്തുള്ള ആനവിലാസം വില്ലേജിനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണെന്ന് ഈ പറഞ്ഞ ഓർഡർ ഇറങ്ങിയത്. ആനവിലാസക്കൂട്ട് വെള്ളത്തൂല്, ശാന്തമ്പാറ, മറയൂർ, കൂട്ട് ദേവികുളം, കഴിയച്ച് വില്ലേജ്, അങ്ങനെ 8 വില്ലേജുകളെ ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ നിർമ്മാണ നിരോധനം കൊണ്ടുവന്നപ്പോൾ അവിടെയുള്ള ആളുകൾ പറഞ്ഞു, ഞങ്ങൾ നികുതി അടച്ചിട്ടും കരമടച്ചിട്ടുമാണ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്കും പട്ടയമുണ്ട്, ഞങ്ങളും കരമടച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്തുകൊണ്ട് ഞങ്ങൾക്ക് മാത്രം ഒരു നിർമ്മാണ നിരോധനം എന്നുള്ള ചോദ്യം ഇവർ ഹൈക്കോടതിയിൽ വെച്ചു. ഹൈക്കോടതിയിൽ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കോടതിയിൽ പ്രതിവാദങ്ങൾ നടന്നപ്പോൾ ഹൈക്കോടതി നോക്കുന്നത് ശരിയാ, ഈ നിയമം അനുസരിച്ചാണ് ഇവരും ജീവിക്കുന്നത്. 1964 ചട്ടങ്ങൾക്കനുസരിച്ചുള്ള പട്ടയമാണ് ഇവർക്കും കിട്ടിയിരിക്കുന്നത്. അതിനനുസരിച്ച് അവർ വീട് വെക്കാൻ പറ്റുകയില്ല, ബാക്കിയുള്ളവർക്കെല്ലാം ഈ ചട്ടം അനുസരിച്ചുള്ളവർക്ക് വീട് വെക്കാം, അവർക്ക് കെട്ടിടം പണിയാം എന്നുള്ളത് പറഞ്ഞു. ഇത് മൗലികാവകാശത്തിൻ്റെ ലംഘനമാണ്, പാർഷ്യാലിറ്റിയാണ്. 8 പഞ്ചായത്തിൽ മാത്രമായിട്ട് ഈ നിർമ്മാണ നിരോധനം പറ്റത്തില്ല. ഈ നിയമം എല്ലായിടത്തും ബാധകമാക്കണമെന്ന് ഹൈക്കോടതി ആരോട് പറഞ്ഞു? ഗവൺമെൻറ്റിനോട് പറഞ്ഞു. ഗവൺമെൻറ് അതിനെതിരെ അപ്പീൽ പോയി. ഡിവിഷൻ ബെഞ്ച് അപ്പീൽ പോയപ്പോൾ ഡിവിഷൻ ബെഞ്ച് അത് അപ്പീൽ ഫയൽ പോലും സ്വീകരിക്കാതെ തള്ളിക്കളഞ്ഞു. സുപ്രീം കോടതി പോയി. സുപ്രീം കോടതിയും ഗവൺമെൻറ്റിനെതിരായിട്ട് ഇതിനെതിരായിട്ട് പറഞ്ഞു, ഇത് അവർ പറയുന്നതാണ് ശരി, എല്ലാവർക്കും നിയമം ഒരുപോലെ ബാധകമാണ്. അതുകൊണ്ട് അന്ന് ആ കൂടെ തന്നെ കോടതി ഒരു കാര്യങ്ങൾ പറഞ്ഞു, ഇതിന് വേണമെങ്കിൽ ഗവൺമെൻറ്റിന് നിയമനിർമ്മാണം നടത്തി ഇത് പരിഹരിക്കാവുന്നതാണെന്ന് വളരെ കൃത്യമായിട്ട് ഹൈക്കോടതി അതിനകത്ത് മെൻഷൻ ചെയ്തു. ഗവൺമെൻറ്റിന് വേണമെങ്കിൽ നിയമനിർമ്മാണം നടത്തി ഇത് പരിഹരിക്കാം. എനിക്ക് ഈ സാർ പറഞ്ഞിരുന്ന നിൽക്കുന്നത്, നമ്മൾ 5 വർഷം കൂടുമ്പോൾ ഇവിടെ നിയമസഭയിലേക്കും പാർലമെൻറ്റിലേക്കും MP-മാരെയും MLA-മാരെയും തിരഞ്ഞെടുത്ത് വിടുന്നുണ്ട്. എന്തിനാ 5 വർഷം കൂടുമ്പോൾ തിരഞ്ഞെടുത്ത്? അവർക്ക് കാലോചിതമായി ഇപ്പോൾ നിയമങ്ങൾ പരിഷ്കരിക്കുന്നതിന് നിയമനിർമ്മാണ സഭ എന്നാണല്ലോ ഈ ഇതിൻ്റെ പേര്. പാർലമെന്റിനാണെങ്കിലും നിയമസഭയുടെ നിയമനിർമ്മാണ സഭ എന്നല്ലേ? ഇതൊരു സ്റ്റേറ്റിന്റെ നിയമനിർമ്മാണം മതി. ഇപ്പം വന്യജീവി അതാണെങ്കിൽ സെൻട്രലിന്റെ ആണ്, പക്ഷെ ഇത് സംസ്ഥാനത്ത് പരിഹരിക്കാവുന്ന ഒരു സംഭവം. സാറേ അതിലേക്ക് ഞാൻ വരുന്നേ, ഇത് 1964-ലോ 60-ലോ ഇങ്ങനെ ഒരു നിയമം അന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് അന്നത്തെ ഇരുന്ന ഭരണാധികാരികൾ, അത് കോൺഗ്രസ് ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, ആരെങ്കിലും ആയിക്കോട്ടെ, അവരിങ്ങനെയുള്ള ഒരു ഭരണാധികാരികളുടെ സംവിധാനത്തിൽ അവർ അന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് നിയമം ഉണ്ടാക്കി.
ആ നിയമം അവർക്ക് 5 വർഷം കൂടുമ്പോൾ പരിഷ്കരിക്കാൻ അതൊക്കെ വരുന്ന ആളുകൾക്ക് കാലോചിതമായി നിയമനിർമ്മാണം പരിഷ്കരിക്കാൻ വരെ. പക്ഷേ ഈ 2005 വരെ ഒരു ഇഷ്യൂ ഇല്ലായിരുന്നു. അതിനുശേഷം 2005 ശേഷവും അച്യുതാനന്ദൻ വന്നിട്ടും പോലും ഈ നിർമ്മാണ നിരോധനമില്ലായിരുന്നു. വ്യാജപ്പട്ടയങ്ങളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നടന്ന അത് കയ്യേറിയ സ്ഥലങ്ങൾ അവർ കയ്യേറി എടുക്കുകയും അത് 12 റിസോർട്ടുകൾ ചിന്നക്കനാലിലോ പരിസരങ്ങളിൽ ഇടിച്ചു നിരത്തി കളയുകയും ചെയ്താലും കട്ടപ്പനയിലോ അല്ലെങ്കിൽ മറ്റു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലോ ഈ പറഞ്ഞ നിർമ്മാണ നിരോധനമോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അത് 2016 ഓഗസ്റ്റ് മാസം നമ്മുടെ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായ റവന്യൂ ഡിവിഷൻ ലാൻഡ് റവന്യൂ കമ്മീഷനെ ഇറക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ നിർമ്മാണ നിരോധനം ഉണ്ടാകുന്നത്. അതിനുശേഷം ഇത് വലിയ വിഷയമായി കഴിഞ്ഞ് കോടതിയുടെ ഉത്തരവുണ്ടായപ്പോൾ 2019 ഡിസംബർ മാസം 18-നോ 19-നോ ഒരു ഓൾ പാർട്ടി മീറ്റിംഗ് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ വിളിച്ചു ചേർത്തു തിരുവനന്തപുരത്ത്. ആ ഓൾ പാർട്ടി മീറ്റിങ്ങിൽ വെച്ച് ഈ വിഷയങ്ങൾ വളരെ സങ്കടമാണ്. അന്നത്തെ പരിസ്ഥിതി സംഘടനകൾ, സാമുദായിക സംഘടനകൾ, ഇടുക്കി ജില്ലയിലുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ മുഴുവൻ നേതാക്കന്മാർ, എംപിമാർ, എംഎൽഎമാർ അടക്കമുള്ള റവന്യൂ മന്ത്രി അടക്കമുള്ള മന്ത്രിമാരുടെയും മറ്റു കാര്യങ്ങളും എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വെച്ച് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കിയിരിക്കും, നിയമം നിർമ്മാണിച്ചുകൊണ്ട് ഈ നിർമ്മാണ നിരോധനത്തെ നമ്മൾ അതിജീവിക്കും എന്ന് ഓൾ പാർട്ടി മീറ്റിംഗ് വെച്ച് ആര് പ്രഖ്യാപിച്ചു? മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു 2019 ഡിസംബറിൽ. ഇന്ന് 2019 കഴിഞ്ഞ് 6 വർഷം പിന്നിടുവാണ്. നിയമം വീണ്ടും സങ്കീർണമായിരിക്കുകയാണ്. ഇപ്പോൾ ഒന്നും അനക്കാൻ മേലാത്ത സ്ഥിതിയിലേക്ക് വന്നിരിക്കുക. ഓരോ ദിവസം ചെല്ലുന്തോറും ഇടുക്കിയിൽ ഒന്നും ചെയ്യാൻ മേലാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ആരുടെ കുഴപ്പമാണെന്ന് ആരോടാണ് ഞാൻ ചോദിക്കുന്നത്? പഴയ പട്ടയങ്ങൾക്ക് ഒരു വിലയില്ല. പുതിയതിനാണ് കുറച്ചുകൂടെ ചെറിയൊരു കടവർ പണിയാ. അല്ല, നമ്മളൊന്ന് ആലോചിച്ചതല്ല, കേരളത്തിൽ മൊത്തം ഒരു മുഴുവൻ ഇങ്ങനെ ആയിരിക്കെ ഈ എന്തുകൊണ്ടാണ് ഈ ഇടുക്കി ജില്ലയിൽ മാത്രം ഈ പ്രശ്നം ഇങ്ങനെ വരുന്നത്? പ്രത്യേകിച്ച് ഹൈറേഞ്ച് മേഖലയിൽ മാത്രം. ബാക്കി എല്ലായിടത്തും ഇത് ഉണ്ടെങ്കിലും അവിടെയുള്ള ആളുകൾക്ക് ഇതിന് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്ന ഞാനിതിപ്പോഴും ചോദിക്കാം. ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന കാര്യമാണ്. ഈ കേരളത്തിലെ മുഴുവൻ, അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ ജില്ലകളുടെയും പ്രദേശ സ്ഥലങ്ങളിലും ബാധകമായിട്ടുള്ള ബഹുഭൂരിപക്ഷം പട്ടയങ്ങളും ഈ 64 അനുസരിച്ച് ചെയ്തിട്ടും അവിടെയൊന്നും ഒരു പ്രശ്നമില്ലാതിരിക്കുകയും ഈ തണ്ണീർത്തടത്തിൽ പോലും പ്രശ്നമില്ലാതെ അവിടെ പോലും കെട്ടിട നിർമ്മാണം നടത്തുകയും ചെയ്തിട്ട് പോലും എന്തുകൊണ്ട് നമ്മളെ മാത്രം ഇങ്ങനെ ദ്രോഹിക്കുന്നു? അതിനകത്തൊരു അജണ്ടയുണ്ട് എന്നുള്ളതാണ് നമ്മൾ സംശയിക്കുന്നത്. കൂടി വരാൻ കാരണം നമ്മുടെ ഗാഡ്ഗിൽ റിപ്പോർട്ടിന്റെ ബേസിൽ നമുക്കറിയാം കുറേ സ്ഥലങ്ങൾ ജനങ്ങളെ അന്നും ഇതുപോലെ പരിഭ്രാന്തരാക്കിയ ഒരു സംഭവമാണ്. അതിനുശേഷം ഗവൺമെൻറ് കസ്തൂരിരംഗനെ നിയമിക്കുകയും കുറച്ചുകൂടി ലൈറ്റായിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. അതും ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിട്ടാണ് മറ്റേ ഉമ്മൻ കമ്മീഷനെ വെച്ചിട്ട് ഒരു റിപ്പോർട്ട് അന്ന് മുഖ്യമന്ത്രി എന്നോ ശ്രീ ഉമ്മൻചാണ്ടി കൊടുത്തത്. അതിൽ കുറേ എല്ലാ സ്ഥലങ്ങളെ ഒഴിവാക്കിയെങ്കിലും ഇതിലൊന്നും നമ്മൾ പത്രധാരമൊക്കെ അറിയുന്നതാണ്, മീഡിയയിൽ കൂടെ അറിയുന്നതാണ്, കറക്റ്റ് സമയത്ത് ഇതിൻ്റെ ഒരു റിപ്പോർട്ട് കൊടുക്കുവാനോ അതിന് നിലനിൽക്കുന്ന രീതിയിലൊരു റിപ്പോർട്ട് കൊടുക്കാനോ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കോടതി പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ് ഇത് നിയമം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് എത്ര കാലമായി, എന്നിട്ടും ഇതുവരെ അത് കറക്റ്റായിട്ടൊന്ന് അന്ന് തന്നെ ഉണ്ടാക്കേണ്ടതല്ലേ ശരിക്കും. അത് ഇതുവരെ അത് ചെയ്യാൻ പറ്റാതെ ഈ ജനങ്ങളെ ഈ പരിഭ്രാന്തി മുതലെടുത്തുകൊണ്ട് അവരെ കൂടെ നിർത്തുക, എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ജനങ്ങളെ അൺസ്റ്റേബിളാക്കി നിർത്തുക എന്നുള്ളൊരു പരിപാടി ഇതിൻ്റെ ഇടയ്ക്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതിനനുസരിച്ച് ചില ഉദ്യോഗസ്ഥന്മാരുമുണ്ട് ഇത് ഈ നിയമങ്ങൾ മാത്രം നോക്കി, മനുഷ്യത്വം എന്നുള്ളത് ഇല്ലാതെ ഇത് മാത്രം നോക്കിയിട്ട് ജനങ്ങളെ ഉപദ്രവിക്കുന്ന ആൾക്കാരും വളരെ ചെറിയ ശതമാനമാണെങ്കിൽ പോലും നമ്മുടെ ഇടയിൽ ഉണ്ട്. അപ്പം നമുക്ക് കാണാം, നമുക്ക് അന്നേരം പത്രവും ന്യൂസിലുമൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പം അതിനൊരവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. ഇത് അൺസ്റ്റേബിളാക്കി നിർത്തുക എന്നുള്ളൊരു അജണ്ട പോലെയാണ് എനിക്ക് തോന്നുന്നത്. അത് ഇനി ഇവർ ഈ ഓർഗനൈസേഷനുമായിട്ടൊക്കെ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ട ഒരു കാര്യത്തിലേക്ക് പോകുന്നുണ്ട്. അവരുടെ എന്തെങ്കിലും ഇടപെടൽ വേറെ തലത്തിൽ നടക്കുന്നുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ട ഒരു സിറ്റുവേഷനാണ് നമുക്കിന്ന് കാണുന്നത്. കാരണം ജനങ്ങളെ ഇത്രയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഇവർ എത്ര ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നത്, അതിൻ്റെ കൂടെ അവർക്കൊരു അസ്തിത്വം പോലും ഇല്ലാത്ത ഒരു രീതിയിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അല്ലെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യം, ഒരേ നിയമം സംസ്ഥാനത്ത് മൊത്തം ഉണ്ടായിരിക്കെ ഈ ഹൈറേഞ്ച് മേഖലയിൽ, അതും നമ്മുടെ ജില്ലയിൽ പോലും എനിക്ക് തോന്നുന്നത് തൊടുപുഴ മേഖലയിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല. ഈ ഹൈറേഞ്ച് മേഖലയിൽ മാത്രം എന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഏത് മുന്നണികൾ ഭരിച്ചാലും ഇവിടെ ഹൈറേഞ്ച് മേഖല നമ്മുടെ ഇടുക്കി ജില്ലയിൽ പ്രത്യേകിച്ചും
4 അസംബ്ലി മണ്ഡലങ്ങളേ ഉള്ളൂ. 5ാമത്തത് തൊടുപുഴയാണ്, അവിടെ പ്രശ്നങ്ങളില്ല. അപ്പോൾ ഈ 4 സീറ്റ് ഒരു മുന്നണിക്കും വലിയ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് നമ്മളെ പൂർണ്ണമായും അവഗണിക്കുകയാണ്. ഇവിടുത്തെ റിസോഴ്സസൊക്കെ, ഇവിടുത്തെ വൈദ്യുതി വേണം, ഇവിടുത്തെ മറ്റെല്ലാ സംവിധാനങ്ങളും വേണം, അല്ലെങ്കിൽ ഏറ്റവും പക്ഷേ നാണ്യവിളകളും എല്ലാം കേരളത്തിന് ഏറ്റവും കൂടുതൽ റവന്യൂ കിട്ടുന്ന ഈ സ്ഥലത്തെ ജനങ്ങളെ ഇതുപോലെ അവഗണിക്കുന്ന ഒരു സംവിധാനം എല്ലാ മുന്നണികളും ഇതിങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നതാണോ ഇതിൻ്റെ ഒരു, അല്ലെങ്കിൽ ഒരേ നിയമം കേരളത്തിലെല്ലാം വ്യാപകമാണ്, ഒരുപോലെ പ്രാവർത്തികമാകേണ്ട നിയമം ഇവിടെ ഇങ്ങനെ മനുഷ്യനെ കോടതി ആണെങ്കിൽ പോലും, കോടതി എങ്ങനെ എല്ലാവർക്കും നിയമം ഒരുപോലെയാണെന്ന് പറഞ്ഞെങ്കിൽ പോലും കോടതി ഇടുക്കി ജില്ലയുടെ കാര്യം പറയുമ്പോൾ മാത്രമേ ഈ സടകുടഞ്ഞെഴുന്നേക്കുന്നുള്ളൂ. അല്ലാതെ ബാക്കിയുള്ളിടത്തൊക്കെ നിർമ്മാണം നടത്തുന്നുണ്ടെന്നോ അവിടെ ഈ 4 ബഹുനില കെട്ടിടങ്ങൾ പണിയുന്നുണ്ടെന്നുള്ള കാര്യമൊന്നും അവരുടെ ഒന്നും ആരും സത്യപ്പെടുത്തുന്നുമില്ല, ആരും അതിനെപ്പറ്റി ചിന്തിക്കുന്നുമില്ല. അതൊക്കെ ആണ് ഈ പറഞ്ഞ പോലെ നമ്മളെ ഈ സ്വാഭാവികമായ കുടിയിറക്ക് എന്ന് പറയും. നമ്മളെ ഇപ്പോൾ ലോകത്ത് കാർബൺ നമ്മൾ സംശയിച്ച് വേണം, ഗ്ലോബൽ വാർമിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ സംസാരിച്ച് പോയതാണെങ്കിൽ പോലും പറയാൻ പറ്റത്തില്ല. ഈ ലോകത്തിൽ നടക്കുന്ന ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഭാഗമായിട്ട് വനങ്ങൾ സംരക്ഷിച്ച് നിർത്തേണ്ട ഒരാവശ്യമൊക്കെ ഉണ്ട് എന്നുള്ള സത്യമാണ്. പക്ഷേ കേരളത്തിന് അങ്ങനെ ഒരു പ്രശ്നമില്ല. കേരളത്തെ സംബന്ധിച്ചോളം ഇന്ത്യയിലെ ദേശീയ ശരാശരിയായിട്ടുള്ള 23.4% നമ്മൾ കേരളത്തിലെ വനവിസ്തൃതി എന്ന് പറഞ്ഞാൽ 29.6% വനമുണ്ട്. ഇവിടെ 10 ദേശീയ ഉദ്യാനങ്ങളുണ്ട്, അത് സംരക്ഷിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഈ ഗവൺമെൻറ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനോടെല്ലാം ചേർന്ന് ജനങ്ങൾ വസിക്കുന്നുണ്ട്. നമ്മൾ വേറൊരു ചർച്ച നടത്തേണ്ടതാണ് ഇവിടുത്തെ വന്യമൃഗ ശല്യവും മറ്റു കാര്യങ്ങളൊക്കെ പറ്റി. അത് ഇതിലേക്ക് കിടന്ന് നമുക്ക് ഇന്ന് നിർത്താൻ പറ്റത്തില്ല, അവിടെ ഞാനിലേക്ക് പോകുന്നത്. പക്ഷേ ഒരു വസ്തുതയുണ്ട്, അത് വേറെ വിഷയമായിട്ട് എടുക്കാം. അതിനോടനുബന്ധിച്ചെല്ലാം നമുക്കറിയാലോ, എല്ലാ ദേശീയ ഉദ്യാനങ്ങളോടും ചേർന്ന്, ഇപ്പോൾ തേക്കടി നമ്മുടെ ടൈഗർ റിസർവ് ഫോറസ്റ്റ് ആണ്, അതിനോട് ചേർന്ന് ഒരു ടൗൺ ഉണ്ട്, കുമളി ടൗണാണ്. അതുപോലെ തന്നെ ഇരുവികുളത്ത് ചേർന്ന് മൂന്നാറാണ്. അങ്ങനെ കേരളത്തിലെ 10, അതുപോലെ തന്നെ മതികെട്ടാൻ ഇടുക്കി ജില്ലയിൽ തന്നെയാണ് 4-5 ഈ റിസർവ്ഡ് ഫോറസ്റ്റ് ഉണ്ട്, ഈ മറ്റേ ദേശീയ ഉദ്യാനങ്ങളുണ്ട്. ഈ ഉദ്യാനങ്ങളോടെല്ലാം 1 കിലോമീറ്റർ ബഫർ സോൺ ആകാമെന്ന് നമ്മുടെ കേരള ഗവൺമെന്റ് ആദ്യം തീരുമാനമെടുത്തതാണ്. മനസ്സിലായി, തമിഴ്നാട് അത് 0ആണ്, കർണാടക 0ആണ്. അതായത് വനം കഴിഞ്ഞാൽ മനുഷ്യൻ താമസിക്കാം. 1 കിലോമീറ്റർ ഇത് നോട്ടിക്കില്ല, എയർ ഡിസ്റ്റൻസാണ്, അല്ലാതെ ഈ വളഞ്ഞുള്ള 1 കിലോമീറ്റർ അല്ല. 1 കിലോമീറ്റർ ഈ ദേശീയ ഉദ്യാനത്തിന് ചുറ്റും ബഫർ സോൺ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ എത്ര ലക്ഷക്കണക്കിന് കർഷകരെയും സാധാരണക്കാരനെ ബാധിക്കുന്ന പ്രശ്നമെന്നറിയാവോ? അത് ആദ്യം അങ്ങനെ എടുത്ത തീരുമാനം ഈ ഗവൺമെന്റ് എടുത്തെങ്കിൽ അത് എന്ത് മാനദണ്ഡത്തിന്. അതിനുശേഷം സുപ്രീം കോടതി പോയി കൈയും കാലും അടിച്ച് സുപ്രീം കോടതി ഇപ്പോഴും അത് അംഗീകരിച്ചിട്ടൊന്നുമില്ല. തത്വത്തിൽ അതിപ്പോ എന്തോ പറഞ്ഞ് നിങ്ങൾക്ക് ഒഴിവാകാമെന്നോ ഗവൺമെന്റിന് തീരുമാനം എന്തോ പറഞ്ഞ് ഒഴിവായി നിൽക്കുന്നതല്ലാതെ അതിപ്പോഴും ഗ്രീൻ ട്രൈബ്യൂണലിന്റെ മുന്നിൽ ഇപ്പോൾ ഡെമാസ്കസിന്റെ വാളായിട്ട് ഇന്നും നമ്മുടെ മുമ്പിൽ നമുക്കുണ്ട്. നമ്മുടെ ദേശീയ ഉദ്യാനം കല്യാണത്തുണ്ട്, സാറിന് വീണ്ടും കൊണ്ടുവരാം, പള്ളി വരെ വരുന്നുള്ളൂ. അപ്പൊ അതാണ് അടുത്ത സ്ഥിതി. ഇതൊക്കെ എന്താണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇവരെല്ലാം ഘോരം പ്രസംഗിക്കുന്നുണ്ട്. ഈ ഭരണപക്ഷത്തിരിക്കുന്ന ആളുകളും പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളും കേന്ദ്രം ഭരിക്കുന്നവരും സംസ്ഥാനം ഭരിക്കുന്നവരും ഇതിനെ സംബന്ധിച്ച് ഭയങ്കര ജനങ്ങളോടൊപ്പം എല്ലാവരും ജനങ്ങളോടൊപ്പമാണ്. ഇടുക്കിയിലെ ജനങ്ങളോടൊപ്പം അല്ലാത്തവരാരുമില്ല. ജനം ഇന്ന് ഗതി കെട്ടി നിൽക്കുക. അവന് കൃഷിയിൽ നിൽക്കാൻ പറ്റത്തില്ല, ഒരു സാധനം കൃഷി ചെയ്യാനും പറ്റുന്നില്ല, കൃഷിക്ക് വിലയില്ല, അവന് ജീവിക്കാൻ ഉപാധിയില്ല, ആത്മഹത്യ അല്ലാതെ വേറൊരു കാര്യമില്ല. ഇവിടുത്തെ സമുദായ സംഘടന സഭയാണെങ്കിലും മറ്റ് NSS ആണെങ്കിലും SNDP ആണെങ്കിലും മുഴുവൻ സാമുദായിക സംഘടനകളും ഈ പറഞ്ഞ നിയമത്തിനെതിരായിട്ട് ശക്തമായ നിലപാടെടുത്ത് നിൽക്കുന്നു. ഇതൊന്നും ഇവർ മാനിക്കുന്നില്ല. മുമ്പ് സാറ് പറഞ്ഞ പോലെയാ, ഈ 4 സീറ്റൊന്നും ഇവർക്കൊരു പ്രശ്നമല്ലാത്ത രീതി വന്നിരിക്കും. എന്നിട്ട് ഇവരൊന്നും ആലോചിച്ചോണം. സാറ് പറഞ്ഞ ഇവരിപ്പോൾ പറഞ്ഞ അനുസരിച്ച് 2024 ഇറക്കിയ അമെൻമെന്റ് ഭൂപരിഷ്കരണത്തിന്റെ അമെൻമെന്റ് അനുസരിച്ച് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്താ? ഇപ്പോൾ ഈ പറഞ്ഞ 64 ചട്ടങ്ങൾ അനുസരിച്ച് നിർമ്മാണം നടത്തിയിരിക്കുന്നതെല്ലാം തെറ്റാണ്.
ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി. സ്ഥലം ശരിയല്ല, പിന്നെ അവിടെ നിർമ്മിക്കുന്നതല്ല, സ്ഥലം ശരിയല്ലെന്ന് പറയുന്നില്ല. ആ പട്ടയത്തിനാണ് കൃഷി ചെയ്യാനും ജീവിക്കാനും മാത്രം. അവിടെ പണിതിരിക്കുന്ന മറ്റു നിർമ്മാണങ്ങളെല്ലാം ക്രമവൽക്കരിക്കാനാണ് സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ക്രമവൽക്കരിക്കുന്നത് എപ്പോഴാ? ക്രമമല്ലാത്ത കാര്യങ്ങൾ നടത്തുമ്പോഴാണല്ലോ ക്രമവൽക്കരണം വരുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പണിത് വെച്ചിരിക്കുന്നത് മുഴുവൻ ക്രമമില്ലാതെയാണ്, തെറ്റാണ്, ഞങ്ങൾ തെറ്റുകാരാണ്, ഞങ്ങൾ അപരാധികളാണെന്ന് ഞങ്ങളോട് പറയിച്ചു. ലോക്കൽ ബോഡി എന്നുള്ള ലൈസൻസും എല്ലാ കാര്യങ്ങളും കാലാകാലങ്ങളിലുള്ള ലൈസൻസ് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ അത് കേരളം മുഴുവൻ ക്രമവൽക്കരിക്കണ്ടേ? ഇടുക്കി മാത്രം അല്ല, കേരളം മുഴുവൻ ക്രമവൽക്കരിക്കണം. അതല്ലേ പോകുന്നേ. കേരളം മുഴുവൻ ക്രമവൽക്കരിക്കാൻ ആവശ്യമായ ചട്ടങ്ങളാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ ഒരു 10-15,000 കോടി രൂപ ഈ പറഞ്ഞ ക്രമവൽക്കരണത്തിലൂടെ സാധാരണ ജനത്തിന്റെ മേൽ വീണ്ടും അധിക ഭാരം അടിച്ചേൽപ്പിച്ച് ഈ പിന്നെ ഓരോന്നിനും വരുമല്ലോ, 1000 ചതുരശ്ര മീറ്ററിന് ഇത്ര, അല്ലെങ്കിൽ 1000 ഇതിന് ഇത്ര, 1500 മുകളിലുള്ളതിന് ഇത്ര, വലിയ 3 നില കെട്ടുന്നതിന് ഇത്ര, ഇതിനെല്ലാം അതിനകത്ത് പറയുന്ന പൊതുസ്ഥാപനങ്ങളോ ആശുപത്രിയോ സ്കൂളോ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാത്തിനും ഫീസ് അടയ്ക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വാർഷിക ഫീസിന് ആലോചിക്കുന്നുണ്ടെന്ന്. വാർഷിക ഫീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജന്മത്തിലിടുന്ന ജനത്തിനെ ഇവന്മാർ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ കിഫ്ബി ഉപയോഗിച്ച് പണിത റോഡ് 30 കിലോമീറ്റർ ഓടണമെന്നുണ്ടെങ്കിൽ അതിന് ടോൾ വേണമെന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് പോകുന്നു. ഒരു കുപ്പി മദ്യം മേടിച്ചിട്ട് അതിനെ സെസ് പിരിക്കുന്നു, 1 ലിറ്റർ പെട്രോൾ അടിച്ചിട്ട് അതിന് സെസ് പിരിക്കുന്നു. എന്ന് വെച്ചാൽ മനുഷ്യൻ ജീവിക്കണമെന്നുണ്ടെങ്കിൽ പണ്ട് ഏതോ ഒരു രാജാവ് ഒരു സ്ത്രീകൾക്ക് വേണ്ടി ഒരു കരം ഏർപ്പെടുത്തിയതായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട് ഇല്ലേ? ആ ഒരു സ്ഥിതിയിലേക്ക് ജനത്തെ കൊണ്ടെത്തിക്കുകയാണ്. ഭരിക്കുന്ന ആളുകൾക്ക് ഈ സാധാരണക്കാരൻ്റെ ഒരു വിഷമത്തെ പറ്റി ഒരു ബോധമില്ല. എന്നിട്ട് അതിനെ ന്യായീകരിക്കാനും, അതാര് ഭരിച്ചാലും അതിനെ ന്യായീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഭരിക്കുന്ന ആളുകൾക്ക് ന്യായീകരിക്കുക, ഭരിക്കാത്തവരെ എതിർക്കുക. ഇതിൻ്റെ ഇട കിടന്ന് പാവപ്പെട്ടവൻ കഷ്ടപ്പെടുക. എങ്ങനെ ജീവിക്കും? കിഫ്ബിയുടെ കാര്യം പറഞ്ഞപ്പം അത് പലരും പല അഭിപ്രായം പറയുന്നുണ്ടെങ്കിലും കിഫ്ബി ടോള്, ഞാൻ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ കടമെടുത്ത് പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അത് ചെയ്യുമ്പം ഈ ബഡ്ജറ്റിന് പുറത്തുനിന്നൊരു സംവിധാനം ഉണ്ടെങ്കിൽ അത് തന്നെ മീറ്റ് ചെയ്യുന്ന ഒരു ഇതിൽ ആകണം. ഇപ്പം കിഫ്ബി നല്ല റോഡ് പണിയിട്ടെ, കാരണം നമുക്ക് പബ്ലിക് ഫണ്ട് എല്ലാം ഒത്തിരി ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാൻ നമുക്കില്ല. ഇപ്പോൾ ഒരു പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷനിൽ ഒരു 5% 10% ഗവൺമെൻറ് ഗ്രാൻഡായിട്ടും കൊടുത്തോട്ടെ. അങ്ങനെ പണിയുമ്പം അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കിയിട്ട് അത് മീറ്റ് ചെയ്യുന്ന ഒരു ഇതിലേക്ക്, അതായത് ഗവൺമെന്റ് ടാക്സ് അതിലേക്ക് പോകാൻ പറ്റില്ല. ഇപ്പം ഉള്ളതെന്ന് പറഞ്ഞ ഈ സെസ്സും ടാക്സും എല്ലാം പോകുന്നുണ്ട്. ഈ വേറെ ഏതോ ഒരു സെസ്, പെട്രോളിന്റെ സെസ് അങ്ങോട്ടാ പോകുന്നത്. അല്ല, അതുണ്ടാകാൻ പാടില്ല. ഇത് പുറത്തൊരു സംവിധാനമായിട്ട് നിന്നോട്ട് കടമെടുത്തിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ടോൾ പിടിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഈ ബഡ്ജറ്റ് വരുന്ന, അതായത് സർക്കാരിൻ്റെ പണം ഉപയോഗിക്കുന്ന കാര്യത്തിന് ബഡ്ജറ്റിന് പുറത്തൊരു ഇതിൻ്റെ ഒരു ആവശ്യമില്ല ശരിക്കും. അത് ബഡ്ജറ്റ് വന്നിട്ട് ഗവൺമെൻറ് ഇപ്പം PW പോലെയുള്ള സംവിധാനങ്ങളുണ്ടല്ലോ നമുക്ക്, അതിൽ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് നമ്മൾ തന്നെ നമ്മുടെ നേതൃത്വത്തിൽ നിന്നാണ് തിരിച്ചടയ്ക്കേണ്ടത്. പക്ഷെ അങ്ങനെ അല്ലാത്തൊരു സ്ഥിതി വരുവാണെങ്കിൽ ടോളിനൊരു പ്രശ്നമില്ല. അത് ഉപയോഗിക്കുന്ന പൈസ കൊടുക്കണം. നല്ല കാര്യം. അത് ഉപയോഗിക്കുന്ന, അതായത് ഈ നികുതി പണം എടുക്കണമെന്ന് ഞാനും പറയുന്നില്ല. ഒരു വണ്ടി പോയിട്ട് സൈക്കിൾ പോലും ഇല്ലാത്തവനും ഈ റോഡ് പണിയാൻ വേണ്ടിയിട്ട് ടാക്സ് കൊടുക്കണമെന്ന് ഞാനും പറയുന്നില്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, നമ്മുടെ 15 വർഷത്തേനും 20 വർഷത്തേനും ഒരു വണ്ടി മേടിച്ചിട്ടുണ്ടെങ്കിൽ മേടിക്കുന്ന ടാക്സും അനുബന്ധ സാധനമൊക്കെ റോഡ് പണിയാൻ വേണ്ടിയല്ലേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, അത് വിട് സാർ. നമ്മുടെ ഈ റോഡിന്റെ മെയിൻ്റനൻസിനും ഇതിനെല്ലാം ഒത്തിരി പൈസ അത് വിട്. നമ്മൾ പറയുന്നത് റോഡ് പണിയുന്നതിന് ഉപയോഗിക്കുന്ന പൈസ കൊടുക്കുന്നതിന് എനിക്ക് ടാക്സ് പണം ഉപയോഗിക്കാതെയാണ് പണിയുന്നെങ്കിൽ ടോള് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അല്ല, അതാണ് സാറ് പറഞ്ഞത്. അത് ഈ ഇതിന്റെ അല്ല, അതായത് ഈ പക്ഷെ അത് കൂട്ടിക്കുറയ്ക്കാൻ പാടില്ല. ഞാനൊരു ഉദാഹരണത്തിന് പറഞ്ഞതുകൊണ്ട് നമ്മുടെ ജനത്തിന്റെ കഷ്ടപ്പാടിലേക്ക് വരുന്നതിനെ കെട്ടിടം നിയമാനുസൃതം പണിതാണ്. അതിനെ റെഗുലറൈസ് എന്ന് പറഞ്ഞാൽ കള്ളത്തരം കാണിച്ചെന്നല്ലേ എന്റെ ജനങ്ങൾ കള്ളന്മാരാണെന്ന് പറഞ്ഞു വെച്ചിരിക്കുക. അതായത് നമ്മളൊരു കെട്ടിടം പണിയുന്നപ്പോൾ നമ്മളൊരു വീട് പണിയുന്നുണ്ട്. ഞാനൊരു വീട് പണിയുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മുനിസിപ്പാലിറ്റി കൊണ്ട് അപേക്ഷ കൊടുത്ത് അതിൻ്റെ പ്ലാൻ എസ്റ്റിമേറ്റ് കൊടുത്ത് അതിൻ്റെ സാങ്ഷൻ മേടിച്ച് അതനുസരിച്ച് പണിത് തിരിച്ച് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത് അതിനനുസരിച്ച് റവന്യൂ ടാക്സ് അടച്ച്
വീട്ടുകാരും അടച്ച് പോകുന്ന ഞാൻ ലേബർ സെസ് എടുത്ത് ലേബർ സെസ് അങ്ങനെ വീട്ടിൽ ഞാൻ ചെയ്ത വീട് പണിയുന്നത് അല്ലെ കെട്ടിടം പണിയുന്നത് എങ്ങനെ അത് ക്രമവിരുദ്ധമാവും? അങ്ങനെ ഇതെങ്കിൽ ഗവൺമെന്റ് കള്ളം. കാരണം ജനങ്ങളിൽ നിന്ന് ഈ ടാക്സ് മേടിക്കുന്നുണ്ടെങ്കിൽ അത് ഉദ്യോഗസ്ഥരെ മേടിക്കുന്നുണ്ട്, അത് ഗവൺമെന്റിന്റെ നിയമം അനുസരിച്ചാണ് മേടിക്കുന്നത്. അപ്പോൾ അതിന് ഒത്താശ ചെയ്ത് കൊടുത്ത് ഗവൺമെന്റാണ് കള്ളം ചെയ്തേക്കുന്നത്. അത് ആ ഗവൺമെന്റ് പറയുവാണ് നിങ്ങൾ കള്ളത്തരം ചെയ്തു, അതുകൊണ്ട് നിങ്ങൾ ഇനി ഫീസ് തന്നു പറയുക. ഇതെന്തൊരു ഇടപാടായത്? അപ്പൊ ഭൂപ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത് ചില ആളുകളുടെ അജണ്ടയാണ്. അപ്പോൾ ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ റവന്യൂ വകുപ്പ്, ഞാൻ എപ്പോഴും നമ്മുടെ ഒത്തിരി സുഹൃത്തുക്കൾ റവന്യൂ വകുപ്പിലുണ്ട്. അവിടെ എന്താ ഡെപ്യൂട്ടി തഹസിൽദാരന്മാരോട്ട് താഴെ തടയുള്ള വലിയ ഓഫീസർമാരുമായിട്ടുള്ളവരുമായിട്ട് എനിക്ക് നല്ല അടുത്ത സൗഹൃദമുണ്ട്. അവരോടെല്ലാം ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സുഹൃത്തെ, ഈ പറഞ്ഞ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് കൊണ്ട് തീർക്കാൻ പറ്റുന്ന ഒരു കേസല്ലേ ഇവിടുത്തെ ഭൂപ്രശ്നം? അതെ, പക്ഷെ ഞങ്ങൾ തീർക്കില്ല. ഇവന്മാർ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ തലകുത്തി പറയും. പണ്ട് ഭൂമിയുള്ളിടത്ത് പട്ടയമില്ല, ഭൂമിയുള്ളിടത്ത് പട്ടയമില്ല, പട്ടയമുള്ളിടത്ത് ഭൂമിയില്ല. ഭൂമിക്ക് പട്ടയമില്ല. അതായത് ഒറ്റ സർവേ നമ്പർ മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ പ്രദേശത്തെങ്ങും പട്ടയമില്ല. അവൻ്റെ കാര്യം പോക്ക്. ഇവന്മാർക്ക് ഈ പറഞ്ഞ റവന്യൂ ഉദ്യോഗസ്ഥന്മാർക്ക് തോന്നി അത് ഒരു സ്ഥലം ഇത് ഏലം കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എന്നങ്ങ് തോന്നി. ഇത് ഏലം എന്ന് എഴുതി വെച്ചാൽ അവർക്ക് ജമ്മത്തി പട്ടയം കിട്ടത്തില്ല. സർക്കാർ പൂക്കെന്ന് പറഞ്ഞ് ഈ ലാൻഡ് രജിസ്റ്റർ എന്ന് പറഞ്ഞ സാധനമുണ്ട്, സാധനം അറിയും. ഈ ലാൻഡ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും എഴുതി അതൊക്കെ മാഗ്ന കാർട്ട പോലെയാ എഴുതി വെച്ചിട്ട് ഇപ്പൊ ലാമിനേറ്റിംഗ് വെച്ചാൽ തിരുത്താനും പറ്റത്തില്ല. ലാൻഡ് ബോർഡ് ഉണ്ട്, ലാൻഡ് രജിസ്റ്റർ ഉണ്ട് ഈ ഓരോ താലൂക്കിലും. ആ ലാൻഡ് രജിസ്റ്ററിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പട്ടയം കൊടുക്കണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഇവിടെ എല്ലാ സ്ഥലത്തും എല്ലാ തഹസിൽദാർമാരും അതിനുള്ള ഓഫീസുകളും ഉണ്ട്, ലാൻഡ് അസൈൻമെന്റ് ഓഫീസുകളും ഉണ്ട്. ഈ പട്ടയം കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ പരിപാടി. ഓരോ ഓഫീസിലും 10, 15, 20 ഉദ്യോഗസ്ഥന്മാരും ഗസറ്റ് ഒരു തഹസിൽദാർ, 2, 3 ഡെപ്യൂട്ടി തഹസിൽദാർമാർ, അതിന് സർവേയർമാർ, ഗോബോർ, ഈ സാറുമാരെല്ലാം നമ്മൾ കേരള ഇടുക്കി തന്നെ കട്ടപ്പന, മുരിക്കാശ്ശേരി, നെടുങ്കണ്ടം, പിന്നെ കരിമണ്ണൂർ, അങ്ങനെ 4, 5 എല്ലാ ഓഫീസുകളുണ്ട്. ഈ സാറുമാരെല്ലാം കൂടി തഹസിൽദാർ കൂടി പയറ്റിയിട്ട് കൊടുക്കുന്ന ഒരു വർഷം കൊടുക്കുന്ന 2000 പട്ടയം. ഇവർക്ക് കൊടുക്കുന്ന ശമ്പളത്തിൻ്റെ അനുസരിച്ച് അത് കൊടുക്കുന്ന ഈ പട്ടയം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർ തന്നെയാണ് ഇതിനെല്ലാം പ്രശ്നം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഏലമെന്ന് എഴുതി വെച്ചാൽ കൊടുക്കാൻ പറ്റത്തില്ല, CHR എന്ന് എഴുതി വെച്ചാൽ കൊടുക്കാൻ പറ്റത്തില്ല, തരിശെന്ന് എഴുതി വെച്ചാൽ കൊടുക്കാൻ പറ്റത്തില്ല, കണ്ടോന്ന് എഴുതി വെച്ചാൽ കൊടുക്കാൻ പറ്റത്തില്ല. തരം മാറ്റുന്നതിന് വേറെ പ്രശ്നം. CHR ഇപ്പം പ്രശ്നം വന്നില്ല, അവിടെ പട്ടയം കൊടുക്കാൻ പറ്റില്ല. സുപ്രീം കോടതി പറഞ്ഞു CHR അതിലേക്ക് CHR മേഖല എന്ന് പറഞ്ഞാൽ 20,000 ചില്ലുവാനും ഹെക്ടർ സ്ഥലം ഉണ്ടായിരുന്നത് അതിന്റെ ഇപ്പുറത്തോട്ട് വേറെ 2 കടി ഇട്ടിട്ട് 2,20,50,000 ആക്കി മാറ്റി. 15,000 വനം ഉണ്ടായിരുന്നു നമുക്ക്. ഇപ്പം കൊടുത്തേക്കുന്ന കണക്കെന്ന് പറഞ്ഞാൽ 2,15,000 ഇടുക്കി ജില്ല 2005 മറ്റാണെന്ന് ഒരു സർവേയില്. ഏലമലക്കാടുകള് അത് റവന്യൂ ഭൂമി ആയിരുന്നത് ഇപ്പം ഫോറസ്റ്റ് എന്നുള്ള രീതിയിലാണ്. ഇപ്പൊ നമുക്ക് ഇത്രയും നാഷണൽ ആവറേജിനേക്കാൾ ഇത്രയും ഒരു 5-6% നമുക്ക് ഫോറസ്റ്റ് കൂടുതലുണ്ട്. ഇനി ഇത് ഫോറസ്റ്റ് കൂട്ടാനുള്ള ഒരു ശ്രമം കൂടെ അജണ്ടകളാണ് ഞാൻ പറഞ്ഞത്. കാർബൺ ഫണ്ടുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, നീലഗിരി ജില്ല, നമ്മുടെ തമിഴ്നാടിന്റെ നീലഗിരി ജില്ല, ഊട്ടി ഉൾപ്പെടുന്ന നീലഗിരി ജില്ല, അവിടെ ജനം സ്വാഭാവികമായിട്ട് കുടിയിറങ്ങിപ്പോയി. അവിടെ ആരും ഇല്ല ഇപ്പം. അവിടുത്തെ ജനം സ്വാഭാവികമായിട്ട് കുടിയിറങ്ങി. ഞാൻ പറയുന്നത് ഇതാണ് സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഞാൻ പറയട്ടെ, ഇവിടെ വീട് വെക്കാൻ പറ്റത്തില്ല, നമ്മുടെ സ്ഥലം വിൽക്കാൻ പറ്റത്തില്ല, ഇവിടെ കൃഷി ചെയ്യാൻ പറ്റത്തില്ല. കൃഷി ചെയ്തിട്ടുണ്ടെന്നാലും കാട്ടുമൃഗങ്ങളാണ് വന്ന് നമ്മൾ ഓരോ ദിവസം കാണുന്നില്ലേ, 5-6 ഏക്കർ സ്ഥലത്തേക്ക് ഏലകൃഷിയും വാഴകൃഷിയും എല്ലാം കൂടെ വന്ന് ആന വന്ന് കളിച്ചിട്ട് പോകും. അവരെത്ര സ്വപ്നങ്ങളാണ് കരിഞ്ഞു പോകുന്നത്. എന്നെ തീരെ ഉണ്ടാക്കി വെച്ചാൽ കുരങ്ങന്മാർ വന്നിട്ട് മുഴുവൻ നിന്നിട്ട് പോവുക. ഒരു കപ്പ നട്ടിട്ടുണ്ട്, ചേന നട്ട, ഇഞ്ചി നട്ട എല്ലാം പന്നി കുത്തിയിട്ട് പോവുക. എങ്ങനെ ജീവിക്കും? കൃഷി ഒരു മനുഷ്യനെ ഒരു മൃഗം കൊന്നാലും ഒരു പ്രശ്നമില്ല. ഒരു മൃഗത്തെ ഒന്ന് നോക്കിയാൽ മതി, അവനെ പിടിച്ച് നിയമപരമായി അതെല്ലാം ഈ പറഞ്ഞ എനിക്ക് തോന്നുന്നു ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനായിട്ട് ജോലി കിട്ടുന്നത് അവൻ ഈ ചന്ദ്രനിൽ നിന്നെങ്ങനെ നൂലെ കെട്ടി ഇറക്കിക്കൊണ്ട് വരുന്നത്, അതോ PSC ഇവിടുത്തെ ജനത്തിന് തന്നെയാണോ? അതെനിക്ക് സംശയമുണ്ട്. ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ ജോലി ചെയ്യുക എന്നുള്ളത് അല്ലാതെ അവനതിൻ്റെ മുഴുവനും കൂടെ എടുത്തിട്ട് ബാക്കിയുള്ളവരെ ശത്രുവായിട്ട് കാണുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ മാറുന്നു. വന്യജീവി സംരക്ഷണ നിയമം വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിയമമാണ്. അത് അങ്ങനെയാണ്. ആ കാലത്ത് ഇതൊരു അനിവാര്യതയായിരുന്നു. കാരണം ഈ പോയിച്ചിങ് മറ്റേ വേട്ടയാറിൽ വെള്ളം ഉണ്ടായിരുന്ന സമയത്താണ് അതുണ്ടാക്കിയത്. അതിൻ്റെ ആ നിയമത്തിൻ്റെ ഒരു
എന്നിട്ടല്ലേ വീണ്ടും ആ നിയമത്തിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇപ്പം പുതിയ നിയമമായിട്ട് വരുന്നു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് പോലീസിന്റെ അധികാരം കൊടുക്കുന്നു, വിചാരണ കൂടാതെ തടങ്കൽ വെക്കാൻ പറ്റുന്നു. ഫോറസ്റ്റിനകത്ത് കയറിപ്പോയാൽ എനിക്ക് തോന്നുന്നത് അത് തീർച്ചയായിട്ടും നമുക്ക് അതിലേക്ക് പോയാൽ കുടിയേറ്റവും കയ്യേറ്റവും അത് വേർതിരിച്ച് കാണാൻ പറ്റുന്നില്ലെന്നാണ്. അത് അങ്ങനെ ഒരു പ്രൊപ്പഗാൻഡ കേരളം മൊത്തം, ഇന്ത്യ മൊത്തം കൊടുക്കുന്നുണ്ട്. കുടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വെള്ളയാംകുടി എന്ന് പറഞ്ഞാൽ വീടെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അവരെ ഒരു വീട് വെച്ച് താമസിക്കാൻ, ഒരു കുടുംബം പുലർത്താനായിട്ട് വന്ന ആൾക്കാരാണ് കുടിയേറ്റക്കാർ. കയ്യേറ്റം എന്ന് പറഞ്ഞാൽ മസിൽ പവറിൻ്റെ ഒരു ഇതാണ്. അത് തീർച്ചയായിട്ടും ചേർക്കേണ്ടതാണ്. ഇപ്പം ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പം ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിലവിലുള്ള വനം ഇനി സംരക്ഷിക്കുക. അവിടെ ആര് ഇനിയും എൻക്രോച്ച് ചെയ്താലും അവരെ അന്നേരെ പിടിച്ച് പുറത്താക്കുന്ന ഒരു രീതിയിലേക്ക് വരിക. അവിടെ തിരിച്ചു നടക്കുന്നുണ്ട്. അങ്ങനെ കയറുന്നവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് ഇപ്പോൾ ഉണ്ട്. വേണ്ടപ്പെട്ടവരാണെങ്കിൽ അവരെ സംരക്ഷിക്കുന്നു. കയ്യേറ്റക്കാർക്ക് എന്ത് സംരക്ഷണം? അവർക്ക് പൊളിറ്റിക്കൽ സപ്പോർട്ടുണ്ട്, അവർക്ക് മറ്റ് സാമുദായിക സപ്പോർട്ടുണ്ട്, പണത്തിന്റെ പവറുണ്ട്. അവരാണ് ഈ പറഞ്ഞ ഈ കയ്യേറ്റങ്ങൾ മുഴുവൻ നടത്തിയിട്ട് അതിനെ മുഴുവൻ ക്രമവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥന്മാർക്ക് പൈസ കൊടുത്ത് ഇതിനെയൊക്കെ വ്യാജപ്പട്ടയങ്ങൾ ഉണ്ടാക്കി അത് പാവപ്പെട്ടവർക്ക് മറിച്ചു കൊടുത്ത് അവന്മാർ കാശുമായിട്ട് മുങ്ങി. അതെനിക്ക് തോന്നുന്നത് കാശുമായിട്ട് മുങ്ങി, പാവപ്പെട്ടവന്മാർ വീണ്ടും അതേതിലായി. കാലാകാലങ്ങളിലെ ഭരിക്കുന്ന പാർട്ടികളുടെ ഒരു ഒത്താശയോടുകൂടി അവരുടെ അണികളും അല്ലെങ്കിൽ അവര് പൈസ കാലങ്ങളിലും ഇതിങ്ങനെ ഈ കുറെ കയ്യേറ്റക്കാരുണ്ടായി. അതുകൊണ്ട് തന്നെ കുടിയേറ്റക്കാരായ നല്ലവരായ ആളുകള് ഇതിന്റെ നിഴലിലായി പോയി. അല്ല സാറേ, ഇതിന്റെ ഒരു വലിയ പ്രൊപ്പഗാൻഡ നടക്കുന്നുണ്ട്. ഇടുക്കിയിലുള്ള ആൾക്കാരെല്ലാം കയ്യേറ്റക്കാരാണെന്നുള്ള രീതിയിൽ ഒരു പ്രൊപ്പഗാൻഡ വരെ നടക്കുന്നുണ്ട്. അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഞാൻ സൂചിപ്പിച്ചിട്ട് സാറേ, തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ നമ്മളെല്ലാം നൂറുകണക്കിന് ഏക്കറിന്റെ സ്ഥലത്തിന്റെ അധിപന്മാരായിട്ടുള്ള കാട്ടുകള്ളന്മാര്, ഏഴ് എസ്റ്റേറ്റ് മുതലാളിമാർ, നമുക്ക് ഞാനവിടെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളൊക്കെ തിരുവനന്തപുരത്തൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ജോലി ചെയ്തുകൊണ്ട് സാറിന് അറിയാലോ, അവിടെ ചെല്ലുമ്പോൾ സാറിന് നിങ്ങൾക്ക് എത്ര ഏക്കർ ഏലത്തോട്ടുണ്ട്? 100ഓ 1000ഓ? അതാണ് അവരുടെ ചോദ്യം. 1000 ഏക്കർ 100 ഏക്കർ ഏലത്തോട്ടമുള്ള കയ്യേറ്റ മാഫിയകളാണ് നമ്മളെന്നുള്ള ഒരു പിക്ചർ അവിടെയുണ്ട്. അതിനെ ഉദ്യോഗസ്ഥന്മാരും അങ്ങനെ കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇവിടെ ഈ നമ്മുടെ ഹൈറേഞ്ചിലേക്ക് വന്നിട്ട് കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത ആളുകൾക്കാണ് ഇങ്ങനെയുള്ള അവരാ ചെയ്യുന്നേ, അവരല്ലേ ചട്ടങ്ങളും നിയമങ്ങളും ഉണ്ടാക്കുന്നേ. അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. സാമാന്യ ജനത്തിന്റെ ഇതിൽ പോലും ഇവിടെ വന്നിട്ടില്ലാത്തവര് ഇത് ഇപ്പോഴും നിങ്ങളുടെ വീടിനകത്ത് ആന വന്ന് പിടിക്കുമെന്നൊക്കെ നമ്മളോട് ചോദിക്കും. ആ ഒരു രീതിയില് ജനങ്ങളുടെ ഇടയിലെ സാമാന്യ ജനത്തിനും അങ്ങനെ ഒരു ധാരണ നമ്മുടെ കേരളത്തിൽ തന്നെയാണ് നടക്കുന്നത്. ഇത് ഉദ്യോഗസ്ഥന്മാർക്ക് ഇവിടെ വരാത്തവരൊന്നും കാണിയല്ല സാറേ, അവർക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ല. എന്നാലും ജനപ്രതിനിധികൾക്ക് അറിയാമല്ലോ. അല്ല, ഞാൻ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യമല്ല, സാമാന്യ ജനം വന്നിട്ടില്ലാത്ത ആളുകൾക്ക് പോലും മനസ്സിൽ അങ്ങനെ ഒരു പിക്ചർ ഉണ്ടാകത്തക്ക രീതിയിൽ കേരളത്തിൽ മൊത്തം അത് നമ്മൾ പല മേഖലയിൽ ബന്ധപ്പെടുന്ന സാർ പറഞ്ഞ പോലെ എൻ്റെ സുഹൃത്തുക്കളും ഒക്കെ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഉള്ള സൗകര്യങ്ങളുടെ ഇത്രയും ഒരു മുനിസിപ്പാലിറ്റി ഉണ്ടെന്നോ ഇത്രയും റോഡുകളും ആളുകളും താമസിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയാത്ത ധാരാളം ആളുകൾ കേരളത്തിലെ മറ്റു സ്ഥലങ്ങളിലുണ്ട്. ഇതുപോലെ തന്നെ ഈ ടൂറിസത്തിന്റെ ഒരു മാഫിയയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ ആൾക്കാർ സ്വയമായിട്ട് കുറെ ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ ആ സ്ഥലം വെറുതെ കിടക്കും. ഇനിയൊരു അത് കയ്യേറിയിട്ടൊരു നിയമം മാറ്റിയാൽ മതിയല്ലോ. അവർക്കത് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു. എന്തായാലും ഒരു കാര്യം വസ്തുനിഷ്ഠമാണ് എന്നെ, ഇത് ഈ വളരെ സിമ്പിളായിട്ട് പരിഹരിക്കാവുന്ന ഒരു വിഷയമാണ്. ഈ 10 ചെയിൻ പട്ടയം കൊടുക്കുക എന്ന് പറയുന്നു. ഉമ്മൻചാണ്ടി കാലത്ത് പറഞ്ഞു 10 ചെയിൻ പോട്ട് 7 ചെയിനും കൊടുക്കുക, 3 ചെയിനും പിന്നെ 2 ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള വടംവലിയുടെ പേരിലാണ് അവിടുത്തെ ഈ പ്രശ്നങ്ങൾ നോക്കണം. വെറും കേരളത്തിലെ തന്നെ റവന്യൂ വകുപ്പും ഈ പറഞ്ഞ ഫോറസ്റ്റ് വകുപ്പും LCT വകുപ്പും 3 വകുപ്പുകൾ കൂടി ശകലനേരം വട്ടത്തിൽ ഇരുന്ന തീർന്ന 15 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന വിഷയമാണ് കഴിഞ്ഞ 40 വർഷമായിട്ട് പരിഹരിക്കാതിരിക്കുന്നത്. ഉപേക്ഷിക്കപ്പെട്ട പട്ടയ സ്ഥലം നമുക്കറിയാലോ. ഒരു പട്ടയത്തിന് ഇപ്പോൾ മഞ്ഞക്കുറ്റി ഇട്ടെന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ശബരിഗിരി പാതയ്ക്ക് വേണ്ടിയിട്ട് സ്ഥലം ഏറ്റെടുത്തെന്ന് പറഞ്ഞ പോലെ ഇവിടെ പെരിഞ്ചാംകുട്ടിയിലും അതുപോലെ പല സ്ഥലങ്ങളിലും പദ്ധതികൾക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുത്തു. പദ്ധതി ഉപേക്ഷിച്ചു. ട്രൈബൽ ലാൻഡിന്റെ പേരിലുള്ള പദ്ധതി ഉപേക്ഷിച്ചു. വർഷങ്ങളായിട്ട് പദ്ധതി ഉപേക്ഷിച്ച് ആളുകൾ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുക. അവിടെ പണ്ടങ്ങാണ്ടോ അത് എടുത്താന്ന് പറഞ്ഞ് ഉപേക്ഷിക്കപ്പെട്ട പട്ടയ സ്ഥലത്ത് കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. ഇതൊക്കെ ആരോട് പറയാൻ കൊള്ളാവുന്ന കാര്യങ്ങളാണ്.
ഇതൊക്കെ ഇവിടെ ഈ കാലാകാലങ്ങളിൽ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി MLA ആയി മന്ത്രിയായും ഉദ്യോഗസ്ഥ വൃന്ദങ്ങളോടുകൂടി ചുറ്റി സഞ്ചരിക്കുന്ന ആളുകൾക്ക് ഈ ജനത്തിനോട് സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരോടുള്ള കടമയുടെ ഏതെങ്കിലും ഒരു ലാഞ്ചന ഉണ്ടെങ്കിൽ, മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം ഈ പറഞ്ഞ ഭരണാധികാരികളുടെ മനസ്സിൻ്റെ ഏതെങ്കിലും മൂലയിലുണ്ടെങ്കിൽ 15 മിനിറ്റിൽ ഒരു ദിവസം കൊണ്ട് പരിഹരിക്കാവുന്ന കാര്യങ്ങളാണിത്. പരിഹരിക്കത്തില്ല, കാരണം അവരുടെ നിലനിൽപ്പിന് പ്രശ്നമാണ്. അതുപോലെ തന്നെ ഈ മൂന്നാറിലെ വിഷയം കേരളം മൊത്തമാക്കിയപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഉണ്ടായിരുന്ന ഒരു മന്ത്രി പറഞ്ഞത് കേരളത്തിലെ ഇടുക്കിയിലെ പ്രശ്നം മാത്രമായിരുന്നു, കുറച്ചവന്മാർ സോക്കേട് കൊണ്ടത് കേരളം മൊത്തമായെന്ന് പറഞ്ഞ ആളാണ്. അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ പറഞ്ഞില്ലേ, ഇത് എന്താണ് ഇതിന് മറുപടി പറയേണ്ടതെന്ന് അറിയില്ല. ബാക്കിയില്ലാതെ അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്കെല്ലാം പറയാ ഇത് ഇങ്ങനെയാന്ന്. പക്ഷേ ബാക്കിയുള്ളവരെല്ലാം പൊട്ടന്മാരാണ്, ഇവനെല്ലാം മന്ദബുദ്ധികളാണ്, ഇവർക്കൊന്നും ഇതൊന്നും മനസ്സിലാകുന്നില്ല എന്ന് ധരിച്ച് വശായ ഒരു പറ്റം ഭരണവർഗം, നമ്മൾക്ക് ആരെയും കൂടുതൽ പറയുന്നില്ല, ഇന്നൊന്നും പറയുന്നില്ല, ഒരു പറ്റം ഭരണവർഗം ഇതിനെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്ത് ജനങ്ങളെ പ്രതിസന്ധിയിലും മുൻമുലയിലുമാക്കി അവൻ്റെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈയിടെ ഈ കല്യാണത്തണ്ടില് ഒരു പ്രശ്നം ഉണ്ടാക്കി, കുടിയിറക്കണം എന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കി. അവിടെ പ്രശ്നം എവിടെയില്ലാതെ നാളെ സാറ് നമ്മൾ താമസിക്കുന്നിടത്ത് ഉണ്ടാവുന്നത്. അതെ അതെ, നിങ്ങൾ താമസിച്ചിരിക്കുന്ന പണ്ട് ഞങ്ങൾ ഇതായിരുന്നു, അതുകൊണ്ട് നിങ്ങൾ പേടിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, അത് പട്ടയമായിരുന്നു മറിച്ചേ പട്ടയമായിരുന്നു, അവിടെ നാളെ തൊട്ട് കരമടയ്ക്കണമെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? നമുക്ക് വർഷം കരമടയ്ക്കാൻ പറ്റിയില്ല. സാറിന് സ്ഥലമല്ല, ഈ സ്ഥലമല്ല സർക്കാരിന്റെയാ. നമുക്ക് കരമടച്ചോണ്ടിരുന്നിട്ട് പറഞ്ഞിട്ടും കാര്യമില്ല. ഇന്നലെ വരെ കരമടച്ചോണ്ടിരുന്നതിന് അടുത്ത മാസം തൊട്ട് കരമടയ്ക്കാൻ പറ്റുന്നില്ല. 10-20 വർഷം കരമടച്ച ഭൂമിക്ക് പിറ്റേ വർഷം തൊട്ട് കരമടയ്ക്കാതെ 5-6 വർഷമായിട്ട് കരമടയ്ക്കാത്ത എത്രയോ ആളുകളുണ്ട്. പിന്നെ ഈ കുത്തകപ്പാട്ടം കൊടുത്ത എത്രയോ ലക്ഷക്കണക്കിന് ഏക്കറുണ്ട്, അതൊന്നും തിരിച്ചു പിടിക്കാൻ, 1 സെന്റ് പോലും തിരിച്ചു പിടിക്കാനും പറ്റുന്നില്ല. ഏതായാലും ഇത് വളരെ ഒരു കഷ്ടമാണെന്നേ ഉള്ളൂ. നമ്മള് ജനങ്ങളെ ഇതുപോലെ ജനങ്ങൾക്ക് ഇഷ്ടം പോലെ ടെൻഷൻസ് ഉണ്ട്. ഇപ്പം ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന വളരെയധികം, ഒരു 10% അല്ല 20% ആൾക്കാർക്ക് വലിയ പ്രശ്നമില്ലാതെ ജീവിക്കാൻ പറ്റുന്നുള്ളൂ. അതിനുശേഷമുള്ള 80% ആൾക്കാർ ഇന്ന് ജീവിക്കാൻ വേണ്ടി വളരെ കഷ്ടപ്പെടുക. അവരെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് വലിയ കഷ്ടമാണ്. അത് ആര് ആണെങ്കിലും, അതിന് പിറകിലുള്ള ആരാണെങ്കിലും അത് വലിയ കഷ്ടമാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ. ക്രൂരതയെന്ന് ഞാൻ പറയുന്നത് കഷ്ടമല്ല, മനുഷ്യത്വരഹിതമായ, മനുഷ്യത്വം തൊട്ട് തിണ്ടിട്ടില്ലാത്ത ആളുകളുടെ ക്രൂരതയാണ് വന്യമൃഗങ്ങൾക്ക് പോലും ലജ്ഞ ഉണ്ടാകുന്ന സാഡിസം എന്ന് പറയുന്നത്. അതെ, അത് കടുവ പിടിച്ചാൽ ചത്തുപോകും, ഇത് കൊല്ലാതെ കൊല്ലുന്ന സാഡിസം, മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുന്ന വന്യമൃഗങ്ങൾക്ക് പോലും ഇല്ലാത്ത സാഡിസ്റ്റ് മൈൻഡുമായിട്ട് ഇടുക്കി ജില്ലയിൽ അല്ലെ 2ാം തലമുറ 3ാം തലമുറ, ഇടുക്കി ജില്ലയിലെ ആദ്യ തലമുറകളെല്ലാം പോയി കഷ്ടപ്പെട്ട് ഈ പ്രതിനെ കുട്ടിപ്പെടുത്ത ഇടുക്കി ജില്ലയാക്കിയ ആദ്യ തലമുറ പോയി. 2ാം തലമുറയൊക്കെയാണ് നമ്മുടെ തൊട്ട് താഴെയുള്ളത്. അങ്ങനെ 3ാം തലമുറ, 2-3 തലമുറകളാണ് ഇപ്പോൾ ഇടുക്കി താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അവരോട് ചെയ്യുന്ന, അവരുടെ കാരണവന്മാർ ചെയ്ത സൽക്കർമ്മത്തിന് മക്കളോട് ചെയ്യുന്ന പ്രതിഫലമാണ് ഈ ക്രൂരത എന്ന് പറഞ്ഞാലേ നമുക്ക് പറ്റത്തുള്ളൂ. ഞാനൊക്കെ ജനിച്ചു വളർന്ന ആളാണ്. നമ്മളൊക്കെ ഇടുക്കി ജില്ലയിൽ ജനിച്ചു വളർന്ന 10-60 വയസ്സായി. നമ്മളാരും ഒരു കുടിയേറ്റക്കാരനാ അല്ല, നമ്മളൊരിടത്തും കയ്യേറിയിട്ടില്ല. കാരണം അന്നത്തെ നമ്മുടെ മാതാപിതാക്കൾ ജീവിത ഉപാധി തേടി ഇവിടെ വന്ന് നമുക്കിവിടെ ജന്മം നൽകി, ഇവിടുത്തെ ഓരോ ശ്വാസവും ശ്വസിച്ച് ഇവിടുത്തെ ഓരോ മാറ്റങ്ങളും കണ്ട് ആസ്വദിച്ച് അതിനോടൊപ്പം വളർന്ന ആളുകളാണ് നമ്മളെപ്പോലുള്ള 2ാം തലമുറ ആളുകൾ. നമ്മളോട് ചെയ്യുന്ന കടുത്ത അനീതിയാണ്. അതിന് ആര് പരിഹാരം ഉണ്ടാക്കും എന്ന് നമുക്കറിയില്ല. ജഗദീശ്വരൻ എന്ന ഒരാൾ മുകളിലുണ്ടെങ്കിൽ ഇതിനൊക്കെ ചോദ്യം ചെയ്യപ്പെടാതെ പോവില്ല എന്ന് ഞാൻ വിശ്വസിക്കാം. ഇതിനൊരു സൊല്യൂഷനെ എനിക്ക് തോന്നുള്ളൂ. ഇപ്പോൾ ഉള്ള വനം അത് കൃത്യമായിട്ട് സംരക്ഷിക്കണം. ഇതുവരെ ഉള്ള ആൾക്കാരെ അവര് ഇനിയും കൈയേറിയിട്ടുണ്ടോയെന്ന് വേണമെങ്കിൽ ഈ അടുത്ത് വന്ന ആൾക്കാരുടെ ഒരു പരിശോധന നടത്താം. അല്ലാത്തവരെല്ലാം അത് വേറൊരു വ്യവസ്ഥയും കൂടാതെ അവർക്ക് അതിനുള്ള എല്ലാ അവകാശങ്ങളും നൽകി ഭൂമി പതിച്ചു കൊടുക്കുക. സർവ്വസാധനം കൊടുത്തുകൊണ്ട് സാറ് പറഞ്ഞ പോലെ ഉള്ളൂ. ഈ പറഞ്ഞ സാധനം അവന് ഈ 64-ലെ 99-ലെ പട്ടയം അനുസരിച്ച് കിട്ടിയിരിക്കുന്ന പട്ടയത്തിനകത്ത് അവന് സർവ്വസ്വാതന്ത്ര്യം ഉണ്ടെന്നും അവൻ എന്ത് ചെയ്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നും, എന്തെന്ന് പറഞ്ഞാൽ കഞ്ചാവ് വെച്ച് ജീവിക്കാന്നല്ലോ പറഞ്ഞർത്ഥം. അവന് നിയമാനുസൃതമായ എന്തും ചെയ്ത് ജീവിക്കാനുള്ള അവകാശവും പൂർണ്ണമായിട്ട് വ്യവസ്ഥകളില്ലാതെ കൊടുക്കുമെന്ന് ഒറ്റ വാക്ക് എഴുതി വെച്ചാൽ തീരുന്ന പ്രശ്നത്തിനാണ് ഈ കുറഞ്ഞത് മുഴുവൻ ചെയ്ത് സ്റ്റേറ്റ് ചെയ്താൽ മതി, വേറെ എങ്ങും പോകണ്ട. ഇപ്പം വന്യജീവിക്കൊക്കെ കേന്ദ്രം നിയമം മാറ്റുന്നില്ല, അല്ലെ പേപ്പട്ടിയുടെ കാര്യത്തിൽ കേന്ദ്രം മാറ്റുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരാണ് ഇവിടെ ഇത് ചെയ്യേണ്ടത് ചെയ്യാതെ ഇതിനെല്ലാം എന്നാ പറയുന്നേ സാമാന്യവൽക്കരിച്ച്
ഇതൊക്കെ ഇങ്ങനെയാടാവി, എന്നിട്ട് ഞങ്ങൾ ജനത്തിൻ്റെ കൂട്ടത്തിലാണെന്ന് പറയുന്ന നാട് നിങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്നാൽ നിങ്ങൾ ജനത്തിൻ്റെ കൂട്ടത്തിലല്ല എന്ന് ഉറക്കെ പറയാൻ നമ്മളെ പോലുള്ള ആളുകൾ ബാധ്യസ്ഥരാണ്. നിങ്ങൾ ജനത്തിൻ്റെ കൂട്ടത്തിലല്ല. ഇത് ആ രീതിയിൽ ജനങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിന് നമ്മുടെ ഈ പറയുന്ന ആരെങ്കിലും കേട്ടിട്ട് ആർക്കെങ്കിലും ഇതിനകത്തൊരു ബോധോദയം ഉണ്ടായിട്ട് ഇതിനെതിരെ പ്രതികരിക്കാൻ തോന്നണമേ എന്നും കൂടെ നമുക്ക് ആവൃത്തി കഴിയും.